നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. ലോകകപ്പ് മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ക്വാർട്ടറിലേക്ക് കടക്കുന്നു. അർജന്റീനയുടെ വിജയം, അതിനെ തുടർന്ന് പല വിധത്തിൽ കേരളത്തിലെ ഫുട്ബോൾ ആരാധകർ അല്ലെങ്കിൽ ലോകത്തിലെ ഫുട്ബോൾ ആരാധകർ തന്നെ രണ്ട് തട്ടിലെന്ന് പറയാം. ആ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ഈ ഫൗൾ അനുവദിച്ചതിനെക്കുറിച്ചും അനുവദിക്കാത്തതിനെക്കുറിച്ചും ഒക്കെ വലിയ ഏറ്റുമുട്ടൽ നടക്കുകയാണ്. അതൊരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ ആശങ്കയായിക്കൊണ്ട് പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധസമാനമായ സാഹചര്യങ്ങൾ ഉരുത്തിരിയുകയാണ്. ഇറാനും അമേരിക്കയും നേർക്കുനേർ നിൽക്കുന്നു. വെടിനിർത്തൽ കരാർ ഇപ്പോൾ പ്രാബല്യത്തിലില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിഷയങ്ങൾ പരിശോധിക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇറാനും അമേരിക്കയുമായുള്ള വെടിനിർത്തൽ അവസാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരണാപത്രത്തിലെ ചർച്ചകൾ ഇനിയില്ല എന്നതാണ് ട്രംപ് പറയുന്നത്. ഇറാനുമായി ചർച്ച ചെയ്ത് സമയം പാഴാക്കുന്നതിൽ അർത്ഥമില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് ട്രംപ് നാറ്റോ ഉച്ചകോടിക്കിടെ ഈ വെടിനിർത്തൽ ഇല്ലാതായിരിക്കുന്നു എന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഒമാൻ തീരത്ത് 3 ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായതിനെ തുടർന്നാണ് ഇറാനിൽ അമേരിക്ക ശക്തമായ ആക്രമണം നടത്തിയത്. ഇറാനും വെറുതെ ഇരുന്നില്ല. ബഹ്റൈനിലേക്കും കുവൈറ്റിലേക്കും അവിടുത്തെ US താവളങ്ങൾ ആക്രമിച്ചതായി, അമേരിക്കൻ ഡ്രോൺ വെടിവെച്ചിട്ടതായും ഒക്കെയുള്ള പ്രഖ്യാപനങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. ഇറാനും വലിയ അവകാശവാദങ്ങൾ നടത്തുകയാണ്. ഇറാനിൽ ഖമനയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകും മുൻപ് തന്നെ വെടിനിർത്തൽ പിൻവലിച്ചതോടെ പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിലായിരിക്കുകയാണ്. ഏതു നിമിഷവും എന്തും സംഭവിക്കാം എന്നൊരു സാഹചര്യത്തിലേക്ക് പശ്ചിമേഷ്യ എത്തുകയാണ്. ആദ്യ പ്രകോപനം എവിടെ തുടങ്ങി? ഹോർമുസ് കടലിടുക്കിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ ഇറാനാണ് ആദ്യം ആക്രമണം നടത്തിയത്. അത് ആരോപിച്ചുകൊണ്ടാണ് ഇന്ന് പുലർച്ചെ അമേരിക്ക ഇറാനിലെ പ്രമുഖ സൈനിക കേന്ദ്രങ്ങളിൽ അതിശക്തമായ വ്യോമാക്രമണം നടത്തിയത്. കഴിഞ്ഞ തവണ നടത്തിയതിനേക്കാൾ ശക്തമാണ് ഇത്തവണ അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾ എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അങ്ങനെ പലയിടങ്ങളിലായി ആക്രമണങ്ങൾ ഒരേ സമയം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തു. ഇത് ഇറാനുള്ള ശിക്ഷയെന്നാണ് അമേരിക്ക വ്യക്തമാക്കിയത്. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, തീരദേശ നിരീക്ഷണ കേന്ദ്രങ്ങൾ, മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ, ഡ്രോൺ താവളങ്ങൾ, തുറമുഖങ്ങൾ എന്നിവ ലക്ഷ്യമാക്കിയായിരുന്നു അമേരിക്കയുടെ ആക്രമണം. ഇറാനിലെ തന്ത്രപ്രധാന തുറമുഖ നഗരങ്ങളായ ബന്ദർ അബ്ബാസ്, സിരിക്, ഖേഷ് ദ്വീപ് എന്നിവിടങ്ങളിൽ വൻ സ്ഫോടനങ്ങളും തീപിടുത്തവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അമേരിക്കയുടെ കരാർ ലംഘനത്തിന് മറുപടിയായി ബഹ്റൈനിലെയും കുവൈറ്റിലെയും US സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇറാന്റെ പ്രത്യാക്രമണങ്ങൾ ഉണ്ടായത്. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് തന്നെ ഈ ആക്രമണങ്ങൾ നടത്തിയതായി സ്ഥിരീകരിച്ചിരിക്കുന്നു. കൂടാതെ ബുഷൈറിന് മുകളിൽ പറക്കുകയായിരുന്ന അമേരിക്കയുടെ അത്യാധുനിക MQ-9 ഡ്രോൺ വെടിവെച്ചിട്ടതായും ഇറാൻ അവകാശപ്പെടുന്നു. ഇറാന്റെ പ്രത്യാക്രമണ ഭീഷണിയെ തുടർന്ന് US ബഹ്റൈനിലും കുവൈറ്റിലും വ്യോമാക്രമണ സൈറണുകൾ മുഴക്കി. മിസൈലുകളും ഡ്രോണുകളും സൈന്യം പ്രതിരോധിക്കുന്നതായി കുവൈറ്റ് അറിയിച്ചു. അപ്പോൾ നമ്മൾ യുദ്ധസമയത്ത് കണ്ടതിന് സമാനമായ നിലയിലേക്കാണ് പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ വളരെ വേഗത്തിൽ മാറിയിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലെ കപ്പലിന് നേർക്കുള്ള ആക്രമണങ്ങളെ തുടർന്ന് US ഇറാനിൽ നടത്തിയ പുതിയ വ്യോമാക്രമണങ്ങൾ തികച്ചും അനിവാര്യമായിരുന്നുവെന്ന് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ ഇതിനിടയിൽ അഭിപ്രായപ്പെട്ടു. തുർക്കിയിലെ അങ്കാറയിൽ നടക്കുന്ന നാറ്റോ നേതാക്കളുടെ ഉച്ചകോടിക്ക് മുന്നോടിയായി മാധ്യമങ്ങളോട് സംസാരിക്കവെയായിരുന്നു ഇങ്ങനെ ഒരു അഭിപ്രായം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഒരു വെടിനിർത്തൽ കരാർ നിലവിലിരിക്കുമ്പോൾ ഇറാൻ അത് ലംഘിക്കുകയാണ് ചെയ്തത്. അത്തരമൊരു സാഹചര്യത്തിൽ അമേരിക്ക ശക്തമായി പ്രതികരിക്കുന്നത് തികച്ചും നിർണായകമാണ് എന്നതാണ് റൂട്ടെ അവകാശപ്പെട്ടത്. ഹോർമുസ് കടലിടുക്കിൽ 3 വാണിജ്യ കപ്പലുകൾക്ക് നേരെയാണ് ആക്രമണം നടന്നത്. ഇതിന് പിന്നാലെയാണ് അമേരിക്ക ഇന്ന് പുലർച്ചെ ഇറാനിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും റഡാറുകൾ, റവല്യൂഷണറി ഗാർഡിന്റെ 60-ലധികം ചെറുബോട്ടുകൾ എന്നിവ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയത്. ഇറാന്റെ നടപടി വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണെന്നും ശക്തമായ മറുപടി നൽകേണ്ടതുണ്ട് എന്നതുമാണ് നാറ്റോയുടെ നിലപാട്. സമാനമായ നിലയിൽ തന്നെയുള്ള നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാകുന്നത്. ഫെബ്രുവരി 28-ന് കൊല്ലപ്പെട്ട
ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയുടെ 6 ദിവസം നീണ്ടു നിൽക്കുന്ന വിലാപയാത്രക്കിടെയാണ് ഈ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഈ വിലാപയാത്ര ആസൂത്രണം ചെയ്തത് തന്നെ അമേരിക്കയുമായുള്ള ധാരണയെ തുടർന്നാണ്. ആ സമയങ്ങളിൽ ആക്രമണങ്ങൾ ഉണ്ടാകില്ല എന്നതായിരുന്നു ധാരണ. അതിനുശേഷം സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാം എന്നതായിരുന്നു തീരുമാനം. ഇതൊക്കെ അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ് ഇന്നത്തെ ആക്രമണത്തോടുകൂടി. ഇന്ന് ഖമനയുടെ ഭൗതിക ശരീരം ഇറാഖിലെ ഷിയ പുണ്യനഗരങ്ങളായ നജാഫ്, കർബല എന്നിവിടങ്ങളിലൂടെ കടന്നു പോകാനിരിക്കെയാണ് ഇറാഖ് സന്ദർശനം വെട്ടിച്ചുരുക്കി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ അടിയന്തരമായി ടെഹ്റാനിലേക്ക് മടങ്ങിയെത്തുന്നത്. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ഏത് നിലയിലേക്ക് മാറും എന്നത് നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടിയാണ്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിൽ ബാഹ്യ ഇടപെടലുകൾ അനുവദിക്കില്ല എന്നും തങ്ങൾ നിർദ്ദേശിക്കുന്ന പാതയിലൂടെ മാത്രമേ ചരക്ക് കപ്പലുകൾക്ക് സുരക്ഷിതമായി കടന്നുപോകാൻ സാധിക്കൂ എന്നും ഇറാൻ സൈന്യം വീണ്ടും അവകാശവാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടമാണ്. പശ്ചിമേഷ്യയിൽ ഈ സാഹചര്യങ്ങൾ ഉണ്ടായതോടുകൂടി തന്നെ എണ്ണവില വീണ്ടും തിരിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ലോകം സമാധാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി എല്ലാ സാഹചര്യങ്ങളും മാറി മറിയുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം വിദേശകാര്യ വിദഗ്ധൻ നിർമ്മൽ എബ്രഹാം ചേരുകയാണ്. ശ്രീ നിർമ്മൽ എബ്രഹാം, ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന ദിവസം സമാധാനം തുടരും എന്നതായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. അതിനുശേഷം സമാധാന ചർച്ചകളുടെ തുടർച്ച ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ പ്രകോപനങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. എല്ലാവരെയും കൂട്ടത്തോടെ വധിക്കാൻ പറ്റുന്ന ഒരു അവസരം എന്നൊക്കെ പരിഹാസ രൂപേണ ട്രംപ് പറയുന്നതൊക്കെ കേട്ടു. പക്ഷേ ആദ്യ ആക്രമണം തുടങ്ങിയിരിക്കുന്നത് ഇറാന്റെ ഭാഗത്തു നിന്ന് എന്ന് മനസ്സിലാകുന്നു. 3 കപ്പലുകൾ ആക്രമിച്ചിരിക്കുന്നു. അതിനെ തുടർന്നുള്ള തിരിച്ചടി എന്ന നിലയിലാണ് അമേരിക്കയുടെ ഇന്നത്തെ ആക്രമണം വരുന്നത്. എങ്ങനെയാണ് താങ്കൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ നോക്കിക്കാണുന്നത്? ആരാണ് സമാധാനത്തിന് വിഘ്നം സൃഷ്ടിച്ചിരിക്കുന്നത്? ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പൊ മുമ്പ് തന്നെ പ്രതീക്ഷിച്ചിരുന്നു. കാരണം ആദ്യം നമ്മൾ കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഈ ജൂണൽ വീക്കിനിടെ തന്നെ മറ്റൊരു അറ്റാക്ക് നടന്നാൽ അത്ഭുതപ്പെടാനില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഇറാനാണ് അറ്റാക്ക് നടത്തിയതെന്ന് പൂർണ്ണമായി സ്ഥിരീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇനി അതാണെങ്കിൽ തന്നെ ഇതിൻ്റെ അകത്ത് ട്രംപ് ആഗ്രഹിക്കുന്നത്, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ഒരു നെഗോഷിയേഷൻ പാത്ത് നമ്മൾ നോക്കിയാൽ മതി. ഏത് ഡീലിന് മുന്നേയും എസ്കലേറ്റ് ടു ഡി എസ്കലേറ്റ് എന്നുള്ള സ്ട്രാറ്റജിയാണ് ട്രംപ് ഉപയോഗിക്കുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യക്കെതിരെ ഇന്ത്യയും US-ഉമായിട്ടുള്ള ട്രേഡ് ഡീലിനെ കുറിച്ചുള്ള സംസാരങ്ങൾ നടക്കുമ്പോൾ തന്നെ ആദ്യം അദ്ദേഹത്തിന്റെ ആദ്യത്തെ സാങ്ഷൻസ് വന്നു. ട്രേഡ് ടാരിഫ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞ് വീണ്ടും നമ്മൾ കുറച്ച് ടേംസിലൊക്കെ ലൂസായി കുറച്ച് കാര്യങ്ങളൊക്കെ അംഗീകരിച്ചു കൊടുത്തപ്പോഴത്തേക്കും കുറച്ച് നാൾ കഴിഞ്ഞിട്ട് സെക്കൻഡറി ടാരിഫ് എന്ന് പറഞ്ഞ് റഷ്യൻ ഓയിൽ മേടിക്കുന്നതിന്റെ പേരിൽ വേറൊരു ടാരിഫ് കൊണ്ടിരുന്നു. അപ്പോഴും ബാക്ക് ഫുട്ടിലാക്കുന്നു ഇന്ത്യനെ. അങ്ങനെ ഏത് ഒരു നെഗോഷിയേഷൻ ഡീലിലോട്ട് പോകുന്നതിന് മുന്നേയും ട്രംപ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. മാത്രമല്ല, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഇലക്ഷൻ മുന്നിൽ നിൽക്കുകയാണ്. വെറും 3 മാസം അല്ലെ 4 മാസം കഷ്ടിച്ചുകൊണ്ട് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് ഇത് വൈൻഡ് അപ്പ് ചെയ്യണമെന്നൊരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ട്. അത് ഇറാന്റെ ടേംസിൽ ആയിരിക്കരുതെന്ന് അദ്ദേഹത്തിനുണ്ട്, അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഇസ്രായേലിനുണ്ട്. അപ്പൊ ആ പ്രശ്നം ട്രംപിനുണ്ട്. ഇവിടെ ഇപ്പൊ ശ്രമിക്കുന്നത്, ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ ഒരു നെഗോഷിയേഷനിലോട്ട് വരുമ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ പീസ്ഫുൾ ആയിട്ടൊരു ഫ്യൂണറൽ നടക്കുന്നു, ലക്ഷക്കണക്കിന് അല്ലെ കോടിക്കണക്കിന് ആളുകൾ അവിടെ തടിച്ചു കൂടുന്നു, ഇതെല്ലാം ലോകം കാണുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ഒരു പെർസ്പെക്റ്റീവ് പോസിറ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അത് അനുവദിച്ചുകൂടാ എന്ന് ട്രംപിന് നിർബന്ധമായിട്ടും ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നെഗോഷിയേഷനിലോട്ട് പോകുമ്പോൾ ഇറാൻ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ ഇതൊക്കെ ആയിരിക്കും. അതായത് യുറേനിയം ഒന്നും പൂർണ്ണമായിട്ട് നമ്മൾ മാറ്റി തരില്ല, വേണമെങ്കിൽ വീര്യം കൂട്ടി വെച്ചിരിക്കുന്ന യുറേനിയത്തിന്റെ വീര്യം കുറയ്ക്കാം, ഡൗൺഗ്രേഡ് ചെയ്തിട്ട് അത് ഞങ്ങൾ തന്നെ നോക്കിക്കോളാം, പഴയ പോലെ ആറ്റമിക് ഏജൻസിനെ ഏൽപ്പിച്ചോളൂ വന്ന് ചെക്ക് ചെയ്യാൻ എന്നൊക്കെ പറയുന്ന ഒരു ടേമിലോട്ട് പോയേനെ. അപ്പൊ അത് അനുവദിക്കാതിരിക്കാനും അമേരിക്കയുടെ ടേംസിലല്ല ഇസ്രായേലിന്റെ ടേംസിലോട്ട് ഇറാനെ കൊണ്ടുവരാനുമാണ് ഈ ഒരു അറ്റാക്ക് ഞാൻ കരുതുന്നു. തുടർന്നും പല അറ്റാക്കുകൾ ഉണ്ടാവും എന്ന് കരുതുന്നു. കാരണം ആ സെയിം ടെംപ്ലേറ്റ് ആണ് ട്രംപ് ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. ഒന്ന്, അദ്ദേഹം ഈ അറ്റാക്ക് നടത്തിയിരിക്കുന്നു. 2, അതിനോടൊപ്പം നേരത്തെ ഫ്രീ ആക്കി കൊടുത്തിരിക്കുന്ന സാങ്ഷൻസ് റീഇംപോസ് ചെയ്തിരിക്കുന്നു. അതുകൂടാതെ ഇനി ഇങ്ങനെ ഒരു പീസ് മെമ്മറാണ്ടം ഇല്ല, ജൂൺ 17 ഒപ്പുവെച്ച മെമ്മറാണ്ടം ഒന്നും ഇനി ഇല്ല, ഇനിയിപ്പോ ആഞ്ഞടിക്കാനാണ് പ്ലാൻ എന്ന് പറയുന്നു. പൊതുവെ ട്രംപ് ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അടുത്ത ഒരു പീസ് ടോക്കിൽ ഒരു ലിവറേജ് ആണ് അദ്ദേഹം നോക്കുന്നത്. നിർമ്മൽ, ദയവായി തുടരുക. നമ്മൾ ഇപ്പോൾ ഇത് സംസാരിക്കുമ്പോൾ തന്നെ വയനാട്ടിൽ മുഖ്യമന്ത്രിയുടെ സന്ദർശനം നടക്കുകയാണ്. മുഖ്യമന്ത്രി വയനാട്ടിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അവിടെ എത്തിയിരിക്കുകയാണ്. രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകുക എന്നതുകൂടിയാണ് മുഖ്യമന്ത്രിയുടെ ഈ സന്ദർശനത്തിന്റെ ലക്ഷ്യം. മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ ഒക്കെ മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. 2 തരത്തിലുള്ള അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട്. അതിനുശേഷമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി അവിടെ എത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി ഈ രക്ഷാ ദൗത്യങ്ങൾ ഏകോപിപ്പിക്കുക എന്ന ചുമതലയ്ക്കായി 2 മന്ത്രിമാരെ നേരത്തെ തന്നെ അയച്ചിരുന്നു. ടി സിദ്ദീഖും ഒപ്പം തന്നെ
AP അനിൽകുമാറും അവരുടെ നേതൃത്വത്തിലാണ് രക്ഷാദൗത്യം അവിടെ തുടർന്നു വന്നത്. ഇപ്പോൾ അതിന്റെ മേൽനോട്ട ചുമതലകൾക്കായി കൂടി ആ ദുരന്തത്തിന്റെ ആഘാതം മനസ്സിലാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി കൂടി സ്ഥലം സന്ദർശിക്കുകയാണ്. CV അനുമോദ് അവിടെ നിന്ന് ചേരുകയാണ്. അനുമോദ്, മുഖ്യമന്ത്രി സംഭവ സ്ഥലത്ത് ഈ ദുരന്ത മുഖത്ത് എത്തിയിരിക്കുകയാണ്. അദ്ദേഹം അവിടെ അപകടമുണ്ടായ സ്ഥലമൊക്കെ നോക്കിക്കാണുന്നു. എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? രേണുക, മുഖ്യമന്ത്രി VD സതീശൻ ഇപ്പോൾ കള്ളാടിയിലെ ഈ അപകടം നടന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അദ്ദേഹം ആ സ്ഥലം സന്ദർശിക്കുകയാണ്. മന്ത്രിമാരായ T. സിദ്ദീഖ്, AP അനിൽകുമാർ തുടങ്ങിയവരൊക്കെ അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. കളക്ടറും പോലീസ് മേധാവിയും അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. എന്നെങ്കിലും ഈ ഇന്നത്തെ ഒരു ദൗത്യം അത് ഈ കനത്ത മഴ കാരണം വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യമാണ്. രാവിലെ മുതൽ പലപ്പോഴും പെയ്ത കനത്ത മഴയിൽ തുടർച്ചയായി ഈ തെരച്ചിൽ നടത്താൻ കഴിയാത്ത അവസ്ഥ, മണ്ണിടിച്ചിൽ ഭീഷണി കാരണം ഹിറ്റാച്ചികൾ പലപ്പോഴും പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം, അങ്ങനെ വലിയ ബുദ്ധിമുട്ടാണ് ഇന്നത്തെ ഈ കാലാവസ്ഥ ഇവിടെ തെരച്ചിലിൽ നേരിടേണ്ടി വന്നത്. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ വൈകുന്നേരം ഇവിടെ എത്തി. നിശ്ചയിച്ചതിലും വളരെ വൈകിയാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത്. കാലാവസ്ഥ അദ്ദേഹത്തിന്റെ യാത്രയും നേരെ ബാധിച്ചു. ഈ ഒരു സംഭവ സ്ഥലം സന്ദർശിച്ചതിന് ശേഷം അദ്ദേഹം ഇപ്പോൾ നടക്കുന്ന പോളിടെക്നിക്കിലേക്ക് പോയി അവിടെയുള്ള അന്തേവാസികളെ കാണും. അതിനുശേഷം BMC ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരെ കാണും. അതിനുശേഷം അദ്ദേഹം കളക്ടറേറ്റിലെത്തി ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തും. അതിന് പിന്നാലെ അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഉദ്യോഗസ്ഥരുടെ അവലോകനത്തിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഇതിൽ പറയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒന്നാമത്, ഇവിടെ ഈ ഒരു ദുരന്തത്തിന്റെ കാരണത്തെക്കുറിച്ച് പലവിധ വിമർശനങ്ങൾ അന്തരീക്ഷത്തിൽ ഉയരുന്നുണ്ട്. ഇത് കമ്പനിയുടെ പിഴവാണെന്ന് മന്ത്രിമാർ തന്നെ പറയാതെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. മനുഷ്യനിർമ്മിത ദുരന്തമെന്നാണ് T. സിദ്ദീഖ് ഇതിനെ ആദ്യം വിശേഷിപ്പിച്ചത്. അപ്പോൾ ഈ മണ്ണ് നീക്കം ചെയ്യേണ്ട ഉത്തരവാദിത്തം കമ്പനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ അത് കമ്പനി ചെയ്തില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും സർക്കാർ എന്തുകൊണ്ട് ഇടപെട്ടില്ല എന്ന ചോദ്യമാണ് മറുവശത്ത് ഉയരുന്നത്. അങ്ങനെ ഒരു വലിയ വിമർശനങ്ങൾ ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഉയരുന്നുണ്ട്. അപ്പോൾ ഇവിടെ സന്ദർശിച്ചതിന് ശേഷം അദ്ദേഹം ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം എന്തെല്ലാം കാര്യങ്ങൾ പറയുമെന്നുള്ളതാണ് പ്രധാനമായിട്ടും അറിയേണ്ടത്. ദുരന്തബാധിതർക്കുള്ള സഹായം നേരത്തെ തന്നെ രാവിലെ പ്രഖ്യാപിച്ചെങ്കിലും ഈ ദുരന്തത്തിന്റെ കാരണങ്ങളെക്കുറിച്ചും തുടർ നടപടികളെക്കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ, അതേപോലെ ഈ പദ്ധതിയുടെ തുടർ നീക്കങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അതേക്കുറിച്ചൊക്കെ എന്തൊക്കെ തീരുമാനങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ മുഖ്യമന്ത്രി പറയുമെന്നുള്ളതാണ് ഇവിടെ അറിയാനുള്ളത്. അതുപോലെ തന്നെ ഈ കൂടിക്കിടക്കുന്ന മണ്ണ് അത് വലിയ ഭീഷണിയാണ് ഈ പ്രദേശവാസികൾക്ക് ഉയർത്തുന്നത്. അവരൊക്കെ ഇന്ന് രാവിലെ മുതൽ പലപ്പോഴായി നമ്മളെ കാണുമ്പോൾ പറയുന്നതും ഈ എപ്പോൾ വേണമെങ്കിലും പൊട്ടി വീഴാവുന്ന ഒരു മലയായിട്ട് ഈ പ്രദേശം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണം. അതിന് കമ്പനിക്കാനും ബാധ്യതയുണ്ട്. അതല്ലെങ്കിൽ സർക്കാർ അത് അത്തരത്തിലൊരു സമ്മർദ്ദം ചെലുത്തിയത് നിറവേറ്റേണ്ടതുണ്ട് എന്ന ആവശ്യമാണ് ഉയരുന്നത്. സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി VD സതീശൻ ഈ സ്ഥലം സന്ദർശിച്ച് കാര്യങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളിൽ മാറ്റം വരും എന്നുള്ളത് തന്നെയാണ് അറിയാനുള്ളത്. എന്താണെങ്കിലും രാത്രി 8 മണിയോടെ ആയിരിക്കും അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം ഉണ്ടാവുക എന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ തുടർ നടപടികൾ ഒരുപക്ഷെ ഈ പ്രദേശത്തിന്റെ മാത്രമല്ല ഇവിടെ വരാൻ പോകുന്ന ഈ തുരങ്കപാതയുടെ ഭാവിയിലും നിർണായകമായിരിക്കും ചിലപ്പോൾ. രേണുക, തീർച്ചയായും സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണത്തിന് തന്നെ തീരുമാനമെടുത്തിരിക്കുന്നു. 2 തലത്തിലുള്ള അന്വേഷണമാണ് ഇതിനോടകം പ്രഖ്യാപിച്ചത്. മന്ത്രിസഭാ യോഗം അത് സാഹചര്യങ്ങൾ വിലയിരുത്തിയതിനു ശേഷമാണ് ഈ 2 പരിശോധനകൾ, ഇരട്ട അന്വേഷണം എന്നത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ അതിനുശേഷം മുഖ്യമന്ത്രി അവിടെ എത്തുകയാണ്. ഈ പദ്ധതിയുടെ മുന്നോട്ടുള്ള നടത്തിപ്പ്, ഒപ്പം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്നത് സംബന്ധിച്ചുള്ള എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്, അതിലുള്ള പരിശോധന എന്നതും ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി സംഭവസ്ഥലം സന്ദർശിക്കുകയാണ്. ഇന്നലെ മാധ്യമങ്ങളെ കാണുമ്പോൾ ഈ ദുരന്തമുണ്ടായി പ്രാഥമിക വിവരങ്ങൾ തേടിയതിനു ശേഷം അദ്ദേഹം ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിൽ പോയി വിവരങ്ങളൊക്കെ ശേഖരിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാധ്യമങ്ങളെ കാണുമ്പോൾ ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തം എന്നത് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. തങ്ങൾ 20-ാം തീയതി ജൂൺ 20-ന് നൽകിയ നിർദ്ദേശം അവഗണിക്കപ്പെട്ടു, അതാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത്, ഇതൊരു വരുത്തിവെച്ച ദുരന്തമാണ്, മനുഷ്യനിർമ്മിതമാണ് എന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. കൃഷിമന്ത്രിയും സമാനമായ നിലയിലുള്ള പ്രതികരണമാണ് നടത്തിയത്. ഇപ്പോൾ സംഭവം നടന്ന ഇടത്ത് അദ്ദേഹം എത്തുകയാണ്. ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം അവിടെ ഒരു സ്വാഭാവിക മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ടോ, അതിൻ്റെ സാധ്യതകൾ അല്ലെങ്കിൽ അതിൽ കൂടി പരിശോധന ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം നേരിട്ട് തന്നെ ആ സംഭവ സ്ഥലത്ത് എത്തി കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്.
അപ്പോൾ എങ്ങനെ അപകടം, എവിടെയൊക്കെ ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ എന്നതിലൊക്കെ അദ്ദേഹം ഒരു നേരിട്ടുള്ള പരിശോധന കൂടി നടത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒപ്പം പരിക്കേറ്റവരെ കാണും, അവിടെ ആശുപത്രിയിൽ പോകും എന്നതുകൂടി അറിയുന്നുണ്ട്. അനുമോദ്, ഇത് മനുഷ്യനിർമ്മിതമായ ദുരന്തം എന്നത് സർക്കാർ ആദ്യ മണിക്കൂറുകളിൽ തന്നെ പറഞ്ഞതാണ്. ഇന്നാകുമ്പോൾ മുഖ്യമന്ത്രി അവിടെ ഒരു സ്വാഭാവികമായ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ടോ അതും പരിശോധിക്കപ്പെടേണ്ടതാണെന്ന് പറഞ്ഞു. ഇന്നലെ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന നമ്മളുടെ പ്രതിനിധി ജയരാജ് ബത്തേരി ഉൾപ്പെടെ പറഞ്ഞത് അവിടെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്ര വലിയ അപകടത്തിലേക്ക് പോകില്ല എന്നതായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെയും ഒരു പരിശോധന ഉണ്ടാകുമെന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രി എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനം അവിടെ ഇതിൻ്റെ കാരണങ്ങളിലേക്ക് നയിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടോ മുഖ്യമന്ത്രി? രേണുക, സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി ഒരു സ്ഥലത്തെത്തി കാര്യങ്ങൾ നേരിട്ട് കണ്ട് ചോദിച്ച് മനസ്സിലാക്കി അതിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വിലയിരുത്തൽ നടത്തുമ്പോൾ അതിന് പ്രാധാന്യമുണ്ട്. അതല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ കണ്ടത് കേട്ട് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നതിനപ്പുറമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് നിരീക്ഷിക്കാനും അദ്ദേഹത്തിന് മനസ്സിലാക്കാനും കഴിയും. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ ഈ സന്ദർശനം അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ ഈ ഒരു മനുഷ്യനിർമ്മിതമാണ് ഈ ദുരന്തമെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞിരുന്നു. ഇവിടെ രണ്ട് തരത്തിലാണ് ഈ അപകടത്തിന്റെ കാരണങ്ങളെ കാണേണ്ടത്. ഒന്ന്, ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഇടത്തിന് പുറകിൽ അവിടെ കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നമുക്ക് കാണാം. അത് നീല ടാർപോളിനൊക്കെ വെച്ച് മൂടിയിരിക്കുന്ന ആ മണ്ണ് നമുക്ക് കാണാം. അത് ഈ ഒരു പാതയ്ക്ക് വേണ്ടി മാറ്റിയ മണ്ണ് കൂട്ടിയിട്ടൊരു വലിയൊരു കൂനയാക്കി അല്ലെങ്കിൽ ഒരു മൺമലയാക്കി മാറ്റിയിരിക്കുകയാണ്. അതിന് മറുവശത്താണ് മണ്ണിടിഞ്ഞതായിട്ടുള്ള ഭാഗം കാണുന്നത്. അവിടെ നേരത്തെ ഉണ്ടായിരുന്ന മണ്ണ് നീക്കി അവിടെ സിമന്റ് പ്ലാസ്റ്ററിംഗ് നടത്തിയിരുന്നു. ഈ സിമന്റ് പ്ലാസ്റ്ററിംഗ് നടത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും മണ്ണിലൂടെ ഉള്ള ഒരു ഒഴുക്കുണ്ട്. ഈ പ്രദേശത്തെ പാറകൾക്ക് ഒരുപാട് നീരൊഴുക്കുള്ള പാറകളാണ്. അടിയൊഴുക്കും നീരൊഴുക്കും ഒക്കെ ഈ മേഖലയിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നീരൊഴുക്ക് തടസ്സപ്പെടുകയും അവിടെ അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രി സന്ദർശനത്തിന് ശേഷം മടങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം ആ മേഖലയിലെത്തി, ദുരന്ത ഇടത്തെത്തി, അവിടെ നിന്നും അദ്ദേഹം തിരിച്ചു പോരുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. EP അനിൽകുമാറും T സിദ്ദിഖും അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. ജില്ലാ കളക്ടറും അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. അദ്ദേഹം ഇവിടെ ഈ ഒരു വാഹനത്തിലേക്ക് ഇവിടെ നിന്ന് കയറുമെന്നാണ് നമുക്ക് അറിയാനാകുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കയറാം. അപ്പോൾ തന്നെ ഇവിടെ പ്രധാനമായും പറഞ്ഞു വന്ന കാര്യം, ഈ ഒരു മണ്ണ് നീക്കിയെടുത്ത് സിമെന്റ് കൊണ്ട് പ്ലാസ്റ്ററിംഗ് നടത്തിയെടുത്ത് അവിടെ വെള്ളം കെട്ടി നിന്നുണ്ടായ സമ്മർദ്ദത്താലാണ് അവിടെ ഒരു മണ്ണിടിച്ചിലുണ്ടായത്. അത് ഒരു സ്വാഭാവികമായ മണ്ണിടിച്ചിലാണ് എന്ന് വിലയിരുത്താം. പക്ഷേ അവിടെ ആ ഒഴുക്ക് തടഞ്ഞത്, നീരൊഴുക്ക് തടഞ്ഞത് ഈ ഒരു മണ്ണിടിച്ചിലിന് കാരണമായിട്ടുണ്ടോ, അതിന്റെ ആഘാതം കൂട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് അറിയാനുള്ളത്. എന്താണെങ്കിലും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു കാര്യം. കാരണം ഒരു വയനാടിന്റെ പരിസ്ഥിതി സന്തുലിതാവസ്ഥയെ തന്നെ പലപ്പോഴും ചോദ്യം ചെയ്യുന്ന പദ്ധതികളാണ് ഇതെന്ന് വിമർശനം നേരത്തെ ഉയർന്നിരുന്നു. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ ഉയരാൻ പോകുന്ന വിമർശനവും ഈ പദ്ധതിയുടെ ദോഷങ്ങളും അല്ലെങ്കിൽ ഇതിന് അനുവാദം നൽകിയപ്പോഴും നൽകിയ കണ്ടീഷൻസ് എല്ലാം ലംഘിച്ചുകൊണ്ടാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ചർച്ചകൾക്കൊക്കെ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുള്ള അഭിപ്രായം വ്യക്തമാക്കാൻ അദ്ദേഹത്തിന് ഈ സന്ദർശനം കൊണ്ട് സാധിക്കുമെന്ന് തീർച്ചയായും. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് അനുമോദ് മുഖ്യമന്ത്രി അപകടമുണ്ടായ സ്ഥലത്തെ സന്ദർശനം പൂർത്തിയാക്കി ഇപ്പോൾ ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ ഈ കൂടിക്കാഴ്ചയുടെ ഫലം അത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളിൽ പ്രതിഫലിക്കുകയും ചെയ്യുമെന്ന് വേണം മനസ്സിലാക്കുവാൻ. തീർച്ചയായും അനുമോദാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകുന്നത്. മുഖ്യമന്ത്രി ഇപ്പോൾ ഈ അപകട സ്ഥലത്തെത്തി അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ നേരിട്ട് കണ്ട് വിലയിരുത്തി അവിടെ നിന്നിപ്പോൾ മടങ്ങുന്നു. അദ്ദേഹത്തിന്റെ വാഹനത്തിനടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്കൊപ്പം ഇപ്പോൾ അവിടെ പ്രദേശവാസികൾ അദ്ദേഹത്തെ നേരിട്ട് കാണുന്നു. അവർ അവരുടെ ആവലാതികൾ മുഖ്യമന്ത്രിയെ അറിയിക്കുകയാണ്. വാവിട്ട് കരഞ്ഞുകൊണ്ട് അവർ സംസാരിക്കുന്നത് നമ്മൾ കേട്ടു. മുഖ്യമന്ത്രി അത് കേട്ട് മനസ്സിലാക്കുന്നുണ്ട്. മുഖ്യമന്ത്രിക്കൊപ്പം കൃഷിമന്ത്രി T സിദ്ദിഖും റവന്യൂ മന്ത്രി AP അനിൽകുമാറും KM അഭിജിത്ത് MLAയും ഒക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ സംഭവ സ്ഥലത്തെത്തി അവിടുത്തെ സ്ഥിതിഗതികൾ മുഖ്യമന്ത്രി നേരിട്ട് വിലയിരുത്തിയിരിക്കുകയാണ്. അദ്ദേഹം അധികാരം ഏറ്റെടുത്തതിന് ശേഷം സംസ്ഥാനത്തുണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രകൃതി ദുരന്തമാണ്. അവിടേക്ക് മുഖ്യമന്ത്രി അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ എത്തുന്നു. അവിടുത്തെ സ്ഥിതിഗതികൾ നേരിട്ട് കണ്ട് വിലയിരുത്തുന്നു എന്നതാണ് ഈ സന്ദർശനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അവിടെ
എങ്ങനെ ഈ അപകടമുണ്ടായി എന്നതിൽ വ്യത്യസ്ത വാദങ്ങളുണ്ട്. അത് മനുഷ്യനിർമ്മിതമാണ് എന്നതാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയത്. അവിടെ കരാർ കമ്പനി നിർദ്ദേശങ്ങൾ പാലിച്ചില്ല എന്നൊരു ആക്ഷേപം ഉയരുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യമൊക്കെ അദ്ദേഹം നേരിട്ട് കണ്ട് വിലയിരുത്തിയിരിക്കുന്നു. ഇനി അദ്ദേഹം അവിടെ നിന്ന് പുറപ്പെടുകയാണ്. നേരത്തെ അനുമോദ് സൂചിപ്പിച്ചതനുസരിച്ച് അദ്ദേഹം പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരെ ഉൾപ്പെടെ നേരിട്ട് കാണും എന്നതാണ് മനസ്സിലാക്കുന്നത്. അതിനൊക്കെ ശേഷം പിന്നീട് അവലോകന യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി അതിനുശേഷമായിരിക്കും മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുക. എന്തായാലും അപകട സ്ഥലത്തുള്ള അദ്ദേഹത്തിന്റെ സന്ദർശനം ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. അദ്ദേഹം ഉച്ചയ്ക്ക് മന്ത്രിസഭായോഗം കഴിഞ്ഞ് മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചതിന് ശേഷമാണ് വയനാട്ടിലേക്ക് തിരിച്ചത്. അതിനുശേഷം ഇപ്പോൾ അവിടുത്തെ അപകട സ്ഥലത്തെ സന്ദർശനം പൂർത്തിയാക്കി അദ്ദേഹം വാഹനത്തിലേക്ക് കയറുന്നു. അവിടെ ഇപ്പോഴും മോശം കാലാവസ്ഥയാണ്. അത് രക്ഷാദൗത്യത്തിന് പോലും വിഘാതം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള മോശം കാലാവസ്ഥ അവിടെ നിലനിൽക്കുന്നുണ്ട്. റെയിൻകോട്ടൊക്കെ ധരിച്ചാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും ഒക്കെ അവിടെ നിൽക്കുന്നത് നമ്മൾ കണ്ടത്. ഇപ്പോൾ അദ്ദേഹം അതിനുശേഷം ഇപ്പോൾ വാഹനത്തിലേക്ക് കടക്കുകയാണ്. നേരെ ആശുപത്രിയിലേക്ക് എത്തും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ളവരെ കാണും. നേരത്തെ സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. ഒപ്പം അന്യ സംസ്ഥാനത്ത് നിന്നുള്ള ഈ കരാർ കമ്പനിയുടെ ജീവനക്കാരൊക്കെയാണ് ഈ അപകടത്തിൽ മരിച്ചത്. അവരെ വിമാനമാർഗം തന്നെ അവരുടെ മൃതദേഹം വീടുകളിൽ എത്തിക്കും എന്ന ഉറപ്പൊക്കെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി അവിടെ നിന്ന് പുറപ്പെടുകയാണ്. അനുമോദ് കേൾക്കാമെങ്കിൽ, മുഖ്യമന്ത്രി ഇപ്പോൾ ദുരന്തം നടന്ന പ്രദേശത്ത് നിന്ന് വാഹനത്തിൽ കയറിയിരിക്കുന്നു. ഇനി അടുത്ത അദ്ദേഹം ആശുപത്രിയിലേക്കാണോ പോകുന്നത്? അനുമോദ് കേൾക്കാമോ? ഇപ്പോൾ അനുമോദ്, നമ്മൾ അടുത്ത മുഖ്യമന്ത്രിയും സംഘവും എത്തുന്ന ഡെസ്റ്റിനേഷനിലേക്ക് ഉള്ള യാത്രയിലായിരിക്കും. അനുമോദും ആശുപത്രിയിലേക്ക് എത്തുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. അവിടെ പരിക്കേറ്റ് ചികിത്സയിലുള്ളവരുടെ അടുത്ത മുഖ്യമന്ത്രി എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 9ഓളം പേർ ഇന്നലെ ചികിത്സയിലുണ്ടായിരുന്നു. അതിൽ ആരുടെയൊക്കെ നില ഗുരുതരമാണ്, ഇപ്പോഴും ആശുപത്രിയിൽ എത്ര പേരുണ്ട് എന്നതിൽ വ്യക്തത വേണം. എന്തായാലും മുഖ്യമന്ത്രി അവരെ അവിടെ എത്തി കാണും എന്ന് മനസ്സിലാക്കുന്നു. 5 പേരെയാണ് ഇപ്പോൾ കാണാനില്ല എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്നലെ ഈ അപകടം നടന്ന സമയത്ത് കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകുമോ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് 3 മൃതദേഹങ്ങൾ കണ്ടെത്തി. ഇപ്പോൾ കാണാതായിട്ടുള്ളത് 5 പേരെയാണ്. 5 പേരുടെ സംബന്ധിച്ച് യാതൊരു വിവരവുമില്ല. അവർ ഇതിൽ അകപ്പെട്ടിട്ടുണ്ടാകും എന്നതാണ് കരുതുന്നത്. അവരെ കണ്ടെത്താനുള്ള തെരച്ചിലാണ്, രക്ഷാദൗത്യമാണ് അവിടെ നടക്കുന്നത്. പക്ഷേ അതിന് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. ഇപ്പോഴുള്ള യന്ത്ര സംവിധാനങ്ങൾ പര്യാപ്തമല്ല എന്നുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. എന്തായാലും എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ടുള്ള തെരച്ചിൽ അവിടെ സാധ്യമാക്കാനുള്ള ഇടപെടലുകളാണ് നടന്നു വരുന്നത്. ഈ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയും വലിയ വിഘാതം സൃഷ്ടിക്കുന്നുണ്ട്. എന്തായാലും 5 പേർ അവരെ എവിടെയാണ്, അവർ ഏതവസ്ഥയിലാണ് എന്നറിയില്ല. അതിനുള്ള രക്ഷാദൗത്യമാണ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അനുമോദ് വീണ്ടും നമുക്കൊപ്പം ചേരുകയാണ്. അനുമോദ്, മുഖ്യമന്ത്രി ഈ ദുരന്ത സ്ഥലത്തു നിന്ന് വാഹനത്തിൽ പുറപ്പെട്ടിരിക്കുന്നു. ആശുപത്രിയിലേക്കാകുമോ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ അടുത്ത യാത്ര? മുഖ്യമന്ത്രി ഇനി പോകുന്നത് മേപ്പാടി പോളിടെക്നിക്കിലുള്ള ക്യാമ്പിലേക്കാണ്. അവിടെയാണ് ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. അവിടെ എത്തി അവിടെ ഉള്ളവരെ കണ്ടതിന് ശേഷം ആണ് അദ്ദേഹം ആശുപത്രിയിലേക്ക് പോവുക, VMC ആശുപത്രിയിലേക്ക് പോവുക. പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിയിട്ടാണ് അദ്ദേഹം കാണുന്നത്. അതിനുശേഷമാണ് കളക്ടറേറ്റിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര. എന്നാണെങ്കിലും ഈ ഒരു സാഹചര്യം, വയനാട്ടിലെ നിലവിലെ സാഹചര്യം എത്രമാത്രം ആഴത്തിൽ ഉണ്ട് എന്നത് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ ഈ സന്ദർശനം, ഈ വളരെ വേഗത്തിലുള്ള സന്ദർശനം സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള ദ്രുതഗതിയിലുള്ള ഇടപെടൽ ഇവിടെ ആവശ്യമായിട്ടുണ്ട്. കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരേണ്ടതിനൊപ്പം തന്നെ ഇനി ഇവിടെ ഒരു ദുരന്തമുണ്ടാവുകയോ ഒരു അപകട സാധ്യത ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ അതിന് എടുക്കേണ്ട മുൻകരുതൽ അത് കൈക്കൊള്ളണമെങ്കിൽ ഇത്തരത്തിലുള്ള സന്ദർശനം കൊണ്ട് സാധിക്കും. കാരണം ഇവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുവാൻ അദ്ദേഹത്തിന് കഴിയും. മാത്രമല്ല ഇവിടെയുള്ള നിലവിൽ തന്നെ വലിയ ഒരു അപകടത്തെ, വലിയൊരു ദുരന്തത്തെ അതിജീവിച്ചവരാണ് ഈ നാട്ടുകാർ. അവർക്ക് മുകളിലാണ് ഇപ്പോൾ മറ്റൊരു ഭീഷണിയായിട്ട് ഈ തുരങ്കപാതയുടെ നിർമ്മാണത്തിനുണ്ടാക്കിയ മൺമല നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ഒരു മഴ കനത്ത് പെയ്താൽ വീണ്ടും ഒരു ഒത്തൊഴുക്ക് വന്നാൽ ഒരുപക്ഷെ
എവിടെയെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നൊന്നും പറയാനാകില്ല. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയാണ് പ്രദേശവാസികളെ സംബന്ധിച്ചുള്ളത്. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഇവിടുത്തെ ഭീഷണിയായിട്ടുള്ള ഈ മണ്ണ് ഇവിടുന്ന് നീക്കം ചെയ്യണം എന്ന് തന്നെയാണ്. മാത്രമല്ല പുനരധിവാസത്തെക്കുറിച്ചുള്ള ആവശ്യവും അവർ ഉന്നയിക്കുന്നുണ്ട്. അതൊക്കെ ഒരു പക്ഷേ ഈ പാതയുടെ നിർമ്മാണത്തിന്റെ ഘട്ടത്തിൽ അത് സർക്കാർ തീരുമാനിക്കേണ്ട കാര്യമാണെന്ന് പറയാമെങ്കിലും മറ്റു കാര്യങ്ങൾ, ഇവിടെ സുരക്ഷ ഒരുക്കേണ്ട കാര്യങ്ങൾ, അത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും വലിയ ഉത്തരവാദിത്തമായിട്ട് തന്നെ സർക്കാർ നിർവഹിക്കേണ്ടതാണ്. അത്തരം കാര്യങ്ങളിലൊക്കെ ജനങ്ങളുടെ വാക്കുകൾ കേൾക്കുവാനും അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുവാനും മുഖ്യമന്ത്രിക്ക് ഈ ഒരു സന്ദർശനം കൊണ്ട് സാധിക്കുമെന്ന് തന്നെ വേണം കരുതുവാൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഈ സന്ദർശനം ഈ പ്രദേശവാസികളെ സംബന്ധിച്ച് വലിയ ദുരന്തത്തെ അതിജീവിക്കുന്ന ഈ ഒരു നാട്ടുകാരെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകുന്നത് തന്നെയായിരിക്കും. കേണുക. ശരി, അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി ഇപ്പോൾ ദുരന്തം നടന്ന സ്ഥലത്ത് നിന്ന് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് എത്തുന്നു എന്നതാണ് അനുമോദ് പറയുന്നത്. അവിടെ ഈ ദുരന്തബാധിതരായിട്ടുള്ള ആളുകളെ അദ്ദേഹം നേരിൽ കാണും. നമ്മൾ ഇപ്പോൾ തന്നെ അദ്ദേഹം പോകുന്ന വഴിക്ക് തന്നെ പലരും പല ആവലാതികളുമായി അദ്ദേഹത്തോട് സംസാരിക്കുന്നത് നമ്മൾ കേട്ടു. അപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തുമ്പോൾ കൂടുതൽ പേരിൽ നിന്ന് അദ്ദേഹം കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കും എന്നതാണ് നമ്മൾ കരുതുന്നത്. അവിടെ പല വിധത്തിലുള്ള ആശങ്കകൾ ജനങ്ങളെ സംബന്ധിച്ചുണ്ട്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളുണ്ട്. നേരത്തെ തന്നെ ഇനിയും തുടർ അപകടങ്ങൾ അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. പുത്തുമല നമുക്കറിയാം, അവിടെ വലിയ ദുരന്തമുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ പുത്തുമല ഇന്നലെ അപകടം നടന്ന ഈ പ്രദേശത്തിന് വളരെ അടുത്താണ്. അവിടെ നിന്ന് 5 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ചൂരൽമലയിലേക്ക്. അപ്പോൾ അടുത്തടുത്ത പ്രദേശങ്ങളിൽ തുടർച്ചയായി ഈ രീതിയിലുള്ള ദുരന്തം സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് ആ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രശ്നങ്ങളാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ പാരിസ്ഥിതികമായി ദുർബലമായിട്ടുള്ള പ്രദേശത്ത് വലിയൊരു പദ്ധതി വരുമ്പോൾ അത് ജനങ്ങളിൽ ഉൾപ്പെടെ വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഈ അപകടം കൂടിയാകുമ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ കൂടുതൽ സജീവമാവുകയാണ്. അപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെയുള്ള മനുഷ്യരെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് ആശങ്കകളുണ്ട്. അതൊക്കെ മുഖ്യമന്ത്രിയെ നേരിട്ട് അറിയിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് അവരെ സംബന്ധിച്ച് ഒരുങ്ങിയിരിക്കുന്നത്. അദ്ദേഹം ദുരന്ത മുഖത്ത് നിന്ന് ഇനി ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് പോകുന്നത്. അപ്പോൾ അദ്ദേഹം അവിടെ എത്തിയിരിക്കുകയാണ്. ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മുഖ്യമന്ത്രി എത്തുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തിയിരിക്കുകയാണ്. അവിടെ ദുരിതാശ്വാസ ക്യാമ്പിൽ ഇതിനോടകം ഉള്ളവരെ നേരിൽ കണ്ട് അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കും എന്നതാണ് അറിയാൻ കഴിയുന്നത്. നമുക്കതിലേക്ക് വരാം. ഇന്ന് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായിട്ടുള്ള തീരുമാനങ്ങളിലേക്കൊന്ന് നോക്കിയാൽ, കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തുണ്ടായ ദുരന്തത്തിൽ സർക്കാർ ഇരട്ട അന്വേഷണമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സാങ്കേതിക നിയമ പരിശോധനയും പരിസ്ഥിതി അനുമതി നൽകിയപ്പോഴുള്ള നിബന്ധനകൾ കമ്പനി പാലിച്ചോ എന്നതിലുള്ള പരിശോധനയും നടത്തുമെന്നാണ് മുഖ്യമന്ത്രി ഇന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ കരാറുകാരെ കുറ്റപ്പെടുത്തുകയാണ് മുഖ്യമന്ത്രി. കരാറുകാരുടെ ഭാഗത്തു നിന്നുമുണ്ടായിട്ടുള്ള വീഴ്ചയാണ് ഈ ദുരന്തത്തിലേക്ക് നയിച്ചത് എന്നതാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇതിൽ ഇരട്ട അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് അപകടത്തിനിടയായ സാഹചര്യത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരം ഇരട്ട അന്വേഷണം നടത്തുന്നത്. പദ്ധതി നടത്താൻ പാരിസ്ഥിതിക അനുമതി നൽകിയപ്പോൾ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നൽകിയ നിർദ്ദേശങ്ങൾ കൺസ്ട്രക്ഷൻ കമ്പനി കർശനമായി പാലിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ മറ്റൊരു അന്വേഷണം കൂടി നടത്തും. അങ്ങനെയാണ് ഇരട്ട അന്വേഷണം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. മണ്ണ് മാറ്റാത്തത് ഗുരുതരമായ വീഴ്ചയാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. കള്ളാടിയിൽ സ്വാഭാവിക മണ്ണിടിച്ചിൽ ഉണ്ടായോ എന്ന സംശയമുണ്ട് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ 2 അന്വേഷണങ്ങൾക്കും ശേഷം മാത്രമേ തുരങ്കപാത നിർമ്മാണം പുനരാരംഭിക്കൂ എന്നും അദ്ദേഹം ഈ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ വ്യക്തമാക്കി. അതുവരെ ഈ തുരങ്കപാതയുടെ നിർമ്മാണം നിർത്തിവച്ചിരിക്കാനുള്ളൊരു തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. നേരത്തെ മോശം കാലാവസ്ഥയെ തുടർന്ന് ഈ ദുരന്തമുണ്ടാകുന്നതിന് 2 ദിവസം മുമ്പ് തന്നെ ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ ദുരന്തത്തിന്റെ ആഘാതം കുറഞ്ഞത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനി ഈ കാര്യങ്ങളിൽ വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും ഈ നിർമ്മാണ പ്രവൃത്തികൾ പുനരാരംഭിക്കുക. മുഖ്യമന്ത്രിയുടെ വാക്കുകളൊന്ന് കേൾക്കാം. വയനാടുണ്ടായ ദുരന്തത്തെക്കുറിച്ച് വിലയിരുത്തി, ഇതുവരെയുള്ള റിപ്പോർട്ടുകളെല്ലാം വിലയിരുത്തി, ഈ അപകടമുണ്ടായ ഇടയായ സാധ്യതകളെക്കുറിച്ചും അന്വേഷിക്കുന്നതിന് സാങ്കേതികവും നിയമപരവുമായ നടപടികൾ സ്വീകരിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്.
അതോടൊപ്പം ഇതിന് തൊട്ടു മുകളിലായി ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകൾ പ്രാഥമികമായി വരുന്നുണ്ട്. അതുകൂടി പരിശോധിച്ച് കാര്യങ്ങൾ തീരുമാനിക്കും. കേന്ദ്ര സർക്കാർ ഈ തുരങ്ക നിർമ്മാണത്തിനായി പാരിസ്ഥിതിക അനുമതി കൊടുത്ത കർശനമായ നിർദ്ദേശങ്ങൾ ഇതിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നവർ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അപ്പോൾ അപകട സാധ്യതകൾ എന്തെല്ലാം ഉണ്ട് എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് പണി തുടരാൻ പോകുന്നത്. അതുവരെ ആ പണി ഇപ്പം നടക്കുന്ന നിർമ്മാണ പ്രവർത്തികൾ അതിനുശേഷമായിരിക്കും ആരംഭിക്കുന്നത്. അതിന്റെ വിശദമായ പഠനം, രണ്ട് അപകടമുണ്ടായ കാര്യവും അതേ അവസരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ കൊടുത്ത കർശനമായ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യവും, ഇത് രണ്ടാണ്, രണ്ട് അന്വേഷണമാണ്. രണ്ട് തരത്തിലുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തും. ഈ മണ്ണ് നീക്കാൻ കളക്ടറും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയും ഉത്തരവിറക്കിയിരുന്നു എന്ന് മുഖ്യമന്ത്രി ഇന്ന് ആവർത്തിച്ചു പറഞ്ഞു. പൊതുമരാമത്ത് മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലും നിർദ്ദേശം നൽകിയെങ്കിലും പാലിച്ചില്ല എന്നതാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. മുഖ്യമന്ത്രിയുടെയും ചീഫ് സെക്രട്ടറിയുടെയും ഓഫീസ്, ദുരന്ത നിവാരണ അതോറിറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങളും തുടർ നടപടികളും ഏകോപിപ്പിച്ചു എന്നതാണ് അദ്ദേഹം അറിയിച്ചത്. ദേശീയപാത നിർമ്മാണത്തിലും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല എന്ന പരാതി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. നമ്മൾ കണ്ടതാണ് ദേശീയപാത നിർമ്മാണം നടക്കുന്ന പലയിടങ്ങളിലും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. കൊട്ടിയത്ത് പാലം ഇടിഞ്ഞു താഴ്ന്നത് നമ്മൾ കണ്ടതാണ്. ഭാഗ്യത്തിനാണ് വലിയ അപകടം ഉണ്ടാകാതിരുന്നത്. ഇപ്പോൾ അരൂരിൽ റോഡിന്റെ നടുക്ക് വലിയ ഗർത്തം രൂപപ്പെട്ടത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടും ചില പ്രശ്നങ്ങളുണ്ട് എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മുഖ്യമന്ത്രി ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തിയതിന്റെ ദൃശ്യങ്ങളാണ്. അവിടെ ക്യാമ്പിൽ കഴിയുന്നവരെ മുഖ്യമന്ത്രി നേരിൽ കണ്ടു, സംസാരിച്ചു, കാര്യങ്ങൾ മനസ്സിലാക്കി. അദ്ദേഹത്തിന്റെ വയനാട് സന്ദർശനം തുടരുകയാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രി വയനാട്ടിലെത്തിയത്. ദുരന്ത മേഖലയിൽ ദുരന്തം നടന്ന സ്ഥലത്ത് കള്ളാടിയിൽ അവിടെ എത്തി മുഖ്യമന്ത്രി കാര്യങ്ങൾ നോക്കിക്കണ്ടു. അതിനുശേഷം ഇപ്പോൾ ദുരിതബാധിതരെ പാർപ്പിച്ചിരിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി. ഇപ്പോൾ തുരങ്കപാത നിർമ്മാണത്തിനിടെയുണ്ടായ അപകടം അതീവ ദുഃഖകരമെന്ന് കരാർ കമ്പനിയായ ദിലീപ് ബിൽഡ്കോൺ ലിമിറ്റഡ് അറിയിച്ചിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ടവരെയും കുടുംബാംഗങ്ങളെയും ചേർത്ത് പിടിക്കുമെന്നാണ് കമ്പനി സെക്രട്ടറി അഭിഷേക് ശ്രീവാസ്തവ ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ജീവനക്കാരെ കണ്ടെത്തുന്നതിനും അവരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരുന്നുണ്ട്. എല്ലാ എഞ്ചിനീയറിംഗ്, സുരക്ഷാ, പരിസ്ഥിതി അനുമതികളും മാനദണ്ഡങ്ങളും പാലിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് എന്നതാണ് കമ്പനിയുടെ വിശദീകരണം. പാരിസ്ഥിതിക ലോലമായ പ്രദേശമായതിനാൽ സുപ്രീംകോടതി നിയോഗിച്ച സെൻട്രൽ എംപവേർഡ് കമ്മിറ്റിയുടെ മേൽനോട്ടം ഉൾപ്പെടെയുള്ള ഒന്നിലധികം നിരീക്ഷണങ്ങൾക്കും ഈ പ്രോജക്റ്റ് വിധേയമാണ്. ഇവിടെ നിന്ന് ഖനനം ചെയ്യുന്ന എല്ലാ വസ്തുക്കളും അംഗീകൃത മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് കൈകാര്യം ചെയ്യുന്നത്. ഇത്തരം നടപടിക്രമങ്ങൾ ഉള്ളതിനാൽ സാങ്കേതിക പിഴവുകൾക്കുള്ള സാധ്യത വളരെ കുറവാണ് എന്നതാണ് പത്രക്കുറിപ്പിൽ കമ്പനി അറിയിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ ദൃശ്യങ്ങളിൽ ഉൾപ്പെടെ കാണുന്നതാണ് വലിയ കൂന കൂട്ടി മണ്ണിട്ടിരിക്കുന്നത്. അത് അപകടത്തിലേക്ക് നയിച്ചു എന്ന വിലയിരുത്തലാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. മാത്രവുമല്ല, നിർദ്ദേശം 20-ാം തീയതി തന്നെ നിർദ്ദേശം നൽകിയിട്ടും ഈ കഴിഞ്ഞ ദിവസം വരെ, ഈ അപകടമുണ്ടാകുന്ന സമയം വരെ, 7-ാം തീയതി വരെ ഇത് നീക്കിയിരുന്നില്ല എന്നതൊരു വസ്തുതയുമാണ്. പക്ഷേ കമ്പനി ഇപ്പോൾ അവർ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല എന്നൊരു ന്യായീകരണമാണ് വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുന്നത്. അന്വേഷണത്തിലൂടെയാകും ഇനി കാര്യങ്ങൾ പുറത്തുവരിക. വയനാട് മേപ്പാടി കള്ളാടി തുരങ്കപാത നിർമ്മാണ മേഖലയിൽ മണ്ണിടിച്ചിലിനെ തുടർന്നുണ്ടായ ദുരന്തവും ദാരുണവും ഞെട്ടിപ്പിക്കുന്നതുമാണ് എന്നതാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. സർക്കാരിൻ്റെ ദുരന്ത നിവാരണ വകുപ്പിൻ്റെയും പ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണ ഉണ്ടാകും എന്ന കാര്യം അദ്ദേഹം സൂചിപ്പിച്ചു. ഒപ്പം ദുരന്തമുണ്ടാകാൻ കാരണമായ വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കുന്നതിൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്ത് വീഴ്ചയും കുറ്റകരമായ അനാസ്ഥയും ഉണ്ടായിട്ടുണ്ടോ എന്നത് ഗൗരവപൂർണ്ണം പരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. അതിനുശേഷമൊക്കെയാണ് ഇപ്പോൾ ഈ അന്വേഷണം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. ഒപ്പം CPM സംസ്ഥാന സെക്രട്ടറി ഈ വിഷയത്തിൽ പ്രതികരിക്കുമ്പോൾ
ഈ ദുരന്ത നിവാരണ വകുപ്പിനെ സഹായിക്കാൻ CPM പ്രവർത്തകർ രംഗത്തിറങ്ങണം എന്ന ഒരു നിർദ്ദേശം കൂടി കൊടുത്തിട്ടുണ്ട്. പരിക്കേറ്റവർക്ക് അടിയന്തര ചികിത്സ നൽകണം, മരിച്ചവരുടെ കുടുംബത്തിനും പരിക്കേറ്റവർക്കും ധനസഹായം ഉറപ്പാക്കണമെന്നും MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. ഏതായാലും പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെ ഈ ദുരന്തമുഖത്ത് അണിനിരക്കണം എന്നൊരു സന്ദേശമാണ് CPM കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം, എല്ലാ ദുരന്ത സമയങ്ങളിലും കേരളം ഒറ്റക്കെട്ടായി അതിനെതിരെ അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷ നേടുന്നതിന് അണിനിരക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സമാനമായ നിലയിൽ പ്രതിപക്ഷം രാഷ്ട്രീയം മാറ്റിവെച്ചപ്പോൾ ഇവിടെ ഇടപെടാനുള്ള നിർദ്ദേശം പാർട്ടി പ്രവർത്തകർക്കുൾപ്പെടെ നൽകുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. മുൻ മന്ത്രിയും MLAയുമായ K. രാജൻ ഈ ദുരന്ത മേഖല ഇന്ന് സന്ദർശിച്ചു. വിവാദങ്ങൾക്കല്ല ഇപ്പോൾ കാര്യമെന്നും പരമാവധി സഹായം ഉറപ്പാക്കുകയാണ് വേണ്ടതെന്ന് അദ്ദേഹവും പറഞ്ഞിരിക്കുന്നു. അത് ദുരന്തമുഖത്ത് നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്നതിന്റെ സന്ദേശം കൂടിയാണ്. അദ്ദേഹം ന്യൂസ് 8നോട് സംസാരിക്കുമ്പോഴാണ് ഇക്കാര്യം പറഞ്ഞത്. മുൻമന്ത്രി K. രാജൻ ഇപ്പോൾ കള്ളാച്ചിയിലെ അപകടം നടന്ന സ്ഥലത്ത് സന്ദർശനം നടത്തുകയാണ്. രാജേട്ടാ, എങ്ങനെയാണ് ഈ സാഹചര്യങ്ങൾ? ഈ മഴ കൂടി വന്നതോടുകൂടി കുറച്ച് ഗൗരവമാണ്. ഇപ്പോൾ തുരങ്കത്തിന്റെ പ്രധാന പോയിന്റിൽ നിന്നാണ് പ്രഷർ ഉണ്ടായിട്ട് മണ്ണിങ്ങോട്ട് വന്നിട്ടുള്ളത് എന്നാണ് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. സർക്കാരിന്റെ കണക്കനുസരിച്ച് 5 പേരാണ് ഇനി കണ്ടെത്തേണ്ടതായിട്ടുള്ളത്. പക്ഷേ ആരെങ്കിലും കാഴ്ചക്കാരായി ഈ സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ടോ എന്നും നോക്കേണ്ടതുണ്ട്. ദുഷ്കരമായിട്ടുള്ള തെരച്ചിൽ സാഹചര്യമാണ്. എല്ലാവിധത്തിലുള്ള സംവിധാനങ്ങളും ഉണ്ട്. സർക്കാരിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ അറിയിക്കുകയാണ് ഒരു ദുരന്ത നിവാരണ ഘട്ടം എന്ന നിലയിൽ. വേറെ ഒരു വിവാദത്തിനും ഇപ്പോൾ ഇടയില്ല. പ്രാഥമികമായിട്ടുള്ള നിഗമനങ്ങൾ കൊണ്ട് എന്താണ് ഉണ്ടായത് എന്നാരും പ്രവചിക്കാനും ഇപ്പോൾ പാടില്ല. സമഗ്രമായിട്ടുള്ളൊരു അന്വേഷണമാണ് ഈ കാര്യത്തിൽ വേണ്ടത്. ഇപ്പം ആദ്യത്തെ പ്രശ്നം ആരെങ്കിലും പെട്ടവരുണ്ടോ, രക്ഷപ്പെടുത്താനുണ്ടോ? ഇപ്പോൾ കണ്ടല്ലോ, ഈ ഒഴുക്ക് മലവെള്ളപ്പാച്ചിൽ കൂടുതലാവുകയാണ്. കോൺക്രീറ്റ് ഭാഗങ്ങളിലൊക്കെ തട്ടിക്കിടന്നവർ നിന്നുപോയവരുമായിട്ടുള്ള ആളുകളുണ്ടോ എന്നൊക്കെ ഉൾപ്പെടെയുള്ള പരിശോധനകളിലാണ് ഇപ്പോൾ കേന്ദ്രീകരിക്കുന്നത്. സ്വാഭാവിക മണ്ണിടിച്ചിൽ നടന്നു കരുതണ്ടേ ആദ്യത്തെ കാഴ്ചകൾ കാണുമ്പോൾ? അതെ, മണ്ണിടിച്ചിൽ വളരെ ഗൗരവമായിട്ടുണ്ടായി എന്ന് കരുതണം. മഴ നല്ലതുപോലെ ഉണ്ടായിരുന്ന ഒരു ഘട്ടമായിരുന്നു. കാരണം ഇപ്പോൾ ഏകപക്ഷീയമായിട്ട് പറയുന്നത് ഒരു ഗുണകരമായിരിക്കില്ല. അതിൻ്റെ ഒരു നിഗമനങ്ങളിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ അന്വേഷണത്തിന്റെ പരിധിക്കകത്ത് പെടേണ്ട വിഷയങ്ങളെ സംബന്ധിച്ച് ഗവൺമെന്റ് തന്നെ പ്രഖ്യാപിക്കുമ്പോൾ കാര്യങ്ങളിൽ കൂട്ടിച്ചേർക്കേണ്ട എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് പറയാം. സമഗ്രമായ അന്വേഷണമായിരിക്കും. ഏതെങ്കിലും ഒരു പോയിന്റിൽ മാത്രം കാണരുത്. നമുക്ക് ഇപ്പോഴത്തെ പ്രശ്നം ആളുകളെ രക്ഷിക്കുക എന്നുള്ളതാണ്. അതിന് ടീമായി എല്ലാവരും കൂട്ടായി നിർത്തുക. ദുരന്തം എന്ന് പറഞ്ഞത് പൂർണ്ണമായും ശരിയാണോ? അല്ല, നമുക്കിപ്പോൾ അങ്ങനെ പ്രവചിക്കാനോ അത്തരമൊരു വിവാദത്തിലേക്ക് പോകാനോ ആഗ്രഹിക്കുന്നില്ല. കാരണം ആളുകൾ തുടക്കത്തിൽ തന്നെ ഒരു ദുരന്തത്തെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടതില്ല. അതിലെന്തൊക്കെയാണ് മനുഷ്യനിർമ്മിത ദുരന്തമാണെങ്കിൽ ആ മനുഷ്യരാരൊക്കെയാണ്, ഇതൊക്കെ അന്വേഷണത്തിന് നമുക്ക് വിധേയമാക്കേണ്ട കാര്യങ്ങളാണ്. പറയുന്നത് വലിയൊരു ആശങ്കയുണ്ട് ഈ മണ്ണിങ്ങനെ കൂടിക്കിടക്കുന്നതിനെ കുറിച്ച്. ഓരോ തവണ മഴ പെയ്യുമ്പോഴും അവർക്ക് പേടിയാണെന്നാണ് പറയുന്നത്. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. ഉറപ്പായിട്ടും അതൊരു ഗൗരവമായിട്ടുള്ള കാര്യമാണ്. ഒരു നിർമ്മാണത്തിന്റെ പ്രധാനപ്പെട്ട രീതിയിൽ പെടുന്നതാണത്. അങ്ങനെ പ്രത്യേകിച്ച് ഈ കാലം, മഴക്കാലം, അതിന്റെ പിന്നെ പ്രത്യേകമായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തും. ആ ഹോട്ട്സ്പോട്ടുകളിൽ ഒഴിഞ്ഞു പോകേണ്ട ആളുകളെ നിശ്ചയിക്കും. അല്ലെങ്കിൽ അവിടെയുള്ള ദുരന്തം ഉണ്ടാക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ എങ്ങനെ മാറ്റണമെന്ന് ആലോചിക്കും. അതിന് സ്ഥിരമായി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒരു പ്രോട്ടോകോൾ ഉണ്ട്. നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഇപ്പൊ തൽക്കാലം ഈ ദുരന്തത്തിൽ എല്ലാവരും കൂടിച്ചേർന്നുകൊണ്ട് രക്ഷിക്കാൻ ശ്രമിക്കുക, മരണപ്പെട്ടവരെ പരമാവധി സഹായങ്ങൾ എത്തിക്കുക, ബാക്കിയുള്ളവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ കൊടുക്കുക. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനം. കഴിഞ്ഞ ദുരന്തത്തിന് സമയത്ത് മുഴുവൻ സമരം ഉണ്ടായതാണ്. അപ്പൊ ഇവിടുത്തെ ജോഗ്രഫി കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ്. ഇപ്പൊ ഒരു ദുർബലമായിട്ടുള്ള മണ്ണിന്റെ സ്വഭാവമാണ് കാണുന്നത്. ഞാനിപ്പോ ന്യൂസ് 8ന്റെ ക്യാമറാമാനോട് അവിടെയുള്ള മണ്ണ് കുത്തിയൊലിച്ചു വരുന്നൊന്ന് നോക്കി വെക്കാൻ പറഞ്ഞു. കാരണം അതിന്റെ താഴെ 2 ഹിറ്റാച്ചി കിടക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ ചൂരൽമലയിലെ ദുരന്തം ഉണ്ടായ അതേ റൂട്ടിലൂടെ തന്നെയാണ് ഇപ്പോൾ വെള്ളം പോകുന്നത്. ചാലിയാറിലേക്ക് സൂചിപ്പാറ വഴി കൃത്യമായിട്ട് ഈ വഴിയിലൂടെ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് മണ്ണ് വളരെ ദുർബലമാകുകയാണ്. ഏത് സമയത്തും ഓരോ പോർഷനും ഇടിഞ്ഞുകൊണ്ടിരിക്കും. ആ വിധത്തിലുള്ള മഴ ഉണ്ടാകുന്നുണ്ട്. നേരത്തെ കുറച്ച് മഴ ഒഴിഞ്ഞു നിന്നെങ്കിലും ഇപ്പോൾ കൂടുന്നുണ്ട്. അതനുസരിച്ച് സുരക്ഷാ പരിശോധനയുടെയും തയ്യാറെടുപ്പുകളുടെയും സ്വഭാവത്തിൽ ഒരു മാറ്റം വരുത്തേണ്ട ഘട്ടമായിട്ടുണ്ട്. ആളുകളുടെ സുരക്ഷയാണ് ഉറപ്പാക്കേണ്ടത്. ആദ്യം ആളുകളുടെ സുരക്ഷ, കാണാനാവാത്തവരെ കണ്ടെത്തി അവരുടെ ബന്ധുക്കൾക്ക് ആവശ്യമായ ഇൻഫർമേഷൻ കൊടുക്കുക. അതാണ് ഏറ്റവും പ്രധാനം. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം. അതോടൊപ്പം തന്നെ വളരെ ഗൗരവമായിട്ടുള്ളത് ഇനി ഇതിന്റെ തുടർച്ചയില്ലാതിരിക്കാനുള്ള പ്രത്യേക ശ്രദ്ധയുണ്ടാകണം. അതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞത്, മഴ വീണ് ഒലിച്ചുകൊണ്ടിരിക്കുന്ന, ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങൾ പ്രത്യേകമായിട്ടുള്ള സുരക്ഷിതത്വം കൊടുക്കുകയും വാഹനങ്ങളും ആളുകളും ഒഴിവാക്കുകയും ചെയ്യാനുള്ള പ്രവൃത്തി കൂടി ഇതിന്റെ ഭാഗമായിട്ട് വളരെ അടിയന്തര പ്രാധാന്യത്തോടു കൂടി ചെയ്യണം.
കാരണം ജനങ്ങളുടെ സുരക്ഷയാണ് ഉറപ്പാക്കേണ്ടത്. അതിനാവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കണം. ഒപ്പം തന്നെ മണ്ണ് നീക്കം ചെയ്ത് ആളുകളുടെ ഭീതി ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും മുൻ മന്ത്രി കെ രാജൻ വ്യക്തമാക്കുന്നു. അഖിലോട്ട് പാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. വയനാട് ജില്ലയുടെ ഭൗമഘടനയും മഴയുടെ തീവ്രതയും ചേർന്നാൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് സമാനമായ ദുരന്തങ്ങൾ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് തിരുവനന്തപുരത്തെ നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിന്റെ പഠനത്തിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 2024 മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ തുടർന്ന് നടത്തിയ പഠനത്തിലാണ് ഇവർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നത്. പശ്ചിമഘട്ടത്തിലെ അതിദുർബല മേഖലകളിൽ കനത്ത മഴയുണ്ടാകുന്നത് അപകടങ്ങൾ ആവർത്തിക്കാൻ കാരണമാകാം എന്നാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അപ്പോൾ 2024 ദുരന്തമുണ്ടായ സ്ഥലത്തിന് ഏതാനും കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ വരുന്ന പ്രദേശമാണ് ഇപ്പോൾ അപകടമുണ്ടായ കള്ളാടി എന്നത് നമുക്കറിയാം. അപ്പോൾ ആ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നു. അപ്പോൾ ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കൃത്യമായ പരിശോധനയും പഠനവും ഉണ്ടാകണം. ആ പദ്ധതി, അവിടെ നടക്കാൻ പോകുന്ന തുരങ്കപാത പദ്ധതി പരിസ്ഥിതിക്ക് അനുകൂലമാണോ എന്നതിൽ ഉൾപ്പെടെ പരിശോധനകൾ ഉണ്ടാകണമെങ്കിൽ ഉണ്ടായേ മതിയാകൂ. ഒപ്പം അവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കരാർ ലംഘനങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെതിരെ നടപടി വേണം. അപ്പോൾ നിരവധി വിഷയങ്ങൾക്കുള്ള ഒരു ചൂണ്ടുപലകയാണ്. കൃത്യമായ അന്വേഷണം നടക്കട്ടെ, കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകട്ടെ, ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രതയായി ഇത് മാറട്ടെ എന്നാണ് നമുക്ക് ആശിക്കാനുള്ളത്. സംഭവ ബഹുലമായിരുന്നു അർജന്റീനയും ഈജിപ്തും തമ്മിലുള്ള പ്രീ ക്വാർട്ടർ മത്സരം. 2 ഗോളിന് 78 മിനിറ്റ് വരെ പിന്നിട്ട് നിന്ന ശേഷം 3 ഗോൾ തിരിച്ചടിച്ചുകൊണ്ടാണ് അർജന്റീന ലോകകപ്പ് ഫുട്ബോളിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറിയിരിക്കുന്നത്. ക്രിസ്ത്യൻ റൊമേറോ 79-ാം മിനിറ്റിൽ, ലയണൽ മെസ്സി 83-ാം മിനിറ്റിൽ, എൻസോ ഫെർണാണ്ടസ് 93-ാം മിനിറ്റിൽ എന്നിവരാണ് അർജന്റീനയ്ക്കായി ഈ ലക്ഷ്യം കണ്ടത്. യാസിർ ഇബ്രാഹിം, മുസ്തഫ സീക്കോ എന്നിവർ ഈജിപ്തിനായും സ്കോർ ചെയ്തു. അതേസമയം മത്സരത്തിൽ ഈജിപ്തിനായി അനുവദിക്കാതിരുന്ന ഗോളും അർജന്റീനയ്ക്ക് അനുവദിച്ച ഗോളും മത്സരശേഷം ഫുട്ബോൾ ലോകത്ത് വലിയ ചർച്ചയായി തന്നെ മാറുകയാണ്. ഫുട്ബോൾ ലോകം രണ്ടായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ നിലയിൽ വാദപ്രതിവാദങ്ങൾ നടക്കുകയാണ്. അത് ഒരു ഗോൾ അനുവദിച്ചതും ഒരു ഗോൾ അനുവദിക്കാത്തതുമായി ബന്ധപ്പെട്ടുള്ള വലിയ തർക്കമാണ് നടക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലൊക്കെയും ഈ രീതിയിൽ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫൗൾ അനുവദിച്ചതും ഒരു ഫൗൾ അനുവദിച്ചില്ല എന്നും ആരോപിച്ചുകൊണ്ടുള്ള തർക്കമാണ് നടക്കുന്നത്. ഫിഫ ഈ ഫുട്ബോളിൽ കളിക്കുന്നു എന്ന ആരോപണങ്ങൾ വലിയ ശക്തമായി ഉയരുന്നു. 58-ാം മിനിറ്റിലാണ് ഈജിപ്ത് മനോഹരമായ മുന്നേറ്റത്തിലൂടെ ഒരു സ്കോർ ചെയ്തത്. ഹസൻ ഒറ്റയ്ക്ക് നടത്തിയ മുന്നേറ്റത്തിനൊടുവിൽ ബോക്സിലേക്ക് നൽകിയ പന്തിലാണ് സീക്കോ സ്കോർ ചെയ്തത്. എന്നാൽ വാർ പരിശോധനയിൽ മുന്നേറ്റത്തിന് തൊട്ടു മുൻപ് മർവാൻ ആത്തിയ ലിസാൻഡ്രോ മാർട്ടിനസിനെ ഫൗൾ ചെയ്തെന്ന് കണ്ടെത്തിയതോടെയാണ് ഗോൾ അനുവദിക്കാതിരുന്നത്. ഇതുൾപ്പെടെയാണ് ഇപ്പോൾ വലിയ വിവാദമാകുന്നത്. രണ്ടാം ഗോൾ അർജന്റീനയുടെ ഗോൾ സംബന്ധിച്ചുള്ള വലിയ ആക്ഷേപവും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. നമുക്കൊപ്പം ഇപ്പോൾ VP ഷാജി, മുൻ ഇന്ത്യൻ താരം, ഒപ്പം തന്നെ കേരള ഫുട്ബോൾ ടീം കോച്ച് നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം. ശ്രീ VP ഷാജി, ഫുട്ബോൾ ലോകം രണ്ടായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം. അർജന്റീനയ്ക്ക് വേണ്ടി വാദിക്കുന്നവർ, ഒപ്പം അർജന്റീനയ്ക്കെതിരെ നിന്ന് ഫിഫ അർജന്റീനയ്ക്ക് വേണ്ടി കളിക്കുന്നു എന്ന് വാദിക്കുന്നവർ എന്ന നിലയിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ഏറ്റുമുട്ടൽ നടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഫുട്ബോൾ ലോകകപ്പ് മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നു. ക്വാർട്ടർ ലൈനപ്പ് ആയിരിക്കുകയാണ്. എങ്ങനെയാണ് ഇന്നലത്തെ മത്സരത്തെ താങ്കൾ നോക്കിക്കാണുന്നത്? മത്സരശേഷം നടക്കുന്ന ഈ വാക്ക് യുദ്ധത്തെ നോക്കിക്കാണുന്നത്? മത്സരം വളരെ ടെൻസ്ഡ് മാച്ചായിരുന്നു. എന്തായാലും വളരെ നിർണായകമായ ആദ്യത്തെ ഹാഫിൽ അർജന്റീനക്ക് ഒരു പെനാൾട്ടി കിട്ടുന്നു, അത് മിസ്സാക്കുന്നു. അതിന് പിന്നാലെ ഈജിപ്ത് ഗോൾ അടിക്കുന്നു. രണ്ടാം പകുതി 2 ഗോൾ ലീഡാവുന്നു. അതിനുശേഷം അർജന്റീന, ഞാൻ ചോദിച്ചു, എൻ്റെ അഭിപ്രായത്തിൽ 2 ഗോൾ ലീഡുള്ള ടീം ആ ലീഡ് സംരക്ഷിക്കാനാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ ഓവർകം ചെയ്യുന്ന അർജന്റീന 3 ഗോൾ അടിച്ച് കളി ജയിച്ചു. ഇതിനകത്തുള്ള വിവാദങ്ങളൊക്കെ നമ്മളിപ്പം വളരെ സ്ലോ മോഷനിൽ തന്നെ കാണാം. അർജന്റീനയുടെ മാർട്ടിനസിനെ ഫൗൾ ചെയ്യുന്ന, മാർട്ടിനസിന്റെ ഇടത് കാലിൽ ബോൾ ഉണ്ട്, വലത് കാലിലാണ് മറ്റേ പ്ലെയർ ചവിട്ടുന്നത്. അത് ഫൗളായിട്ട് വാർ, ഇപ്പോഴത്തെ പ്രത്യേക രീതിയിൽ വാർ എന്ന സിസ്റ്റം വെച്ച് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അതിന് ഉപരിയായിട്ട് ഇപ്പോൾ എല്ലാവരും പറയുന്നത് സലയുടെ ഫൗള് കൊടുത്തില്ല. സലയുടെ ഫൗളിൽ ആ ബോള് അർജന്റീനൻ ഡിഫൻഡർ ബോൾ ടാക്കിൾ ചെയ്ത് എടുത്തു കഴിയുന്നുണ്ട്. എടുത്തു കഴിഞ്ഞ് ബോള് സലയുടെ പുറകു വശത്ത് വന്ന ശേഷമാണ് സല കാലിൽ കൊണ്ട് വീഴുന്നത്. അപ്പൊ അങ്ങനെയുള്ള 2 വശങ്ങളുണ്ട്. അപ്പൊ വളരെ തീർച്ചയായിട്ടും നമ്മളെക്കാളിൽ എത്രയോ എക്സ്പേർട്ട് ആയിരിക്കും ഇപ്പോഴത്തെ റഫറിമാര്. അവര് എടുത്ത തീരുമാനമാണല്ലോ, അത് ഒരു ടീമിനെ ഫേവർ ചെയ്യാൻ വേണ്ടി എടുത്തതായിരിക്കില്ല. ആ കളിയുടെ ട്രെൻഡ് അനുസരിച്ചാണ് അങ്ങനെ പോയത്.
ശ്രീ വി പി ഷാജി, ഇത് വൈകാരിക പ്രതികരണങ്ങളാണ് ഇപ്പോൾ ആരാധകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നാണോ താങ്കൾ കരുതുന്നത്? അത് തീർച്ചയായിട്ടും ഉണ്ടാവും. എന്തായാലും കേരളത്തിൽ പ്രത്യേകിച്ച് അർജന്റീന, ബ്രസീൽ, പോർച്ചുഗൽ അങ്ങനെയുള്ള ആരാധകരുണ്ട്. അപ്പൊ ഇപ്പം ആ ആരാധകരെല്ലാവരും കൂടി ഇപ്പോൾ ഏകദേശം അർജന്റീനക്ക് എതിരായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇപ്പം അവരുടെ ഫേവറേറ്റ് ടീമുകളായ ബ്രസീലായാലും പോർച്ചുഗലൊക്കെ പുറത്തു പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അർജന്റീനക്ക് എന്നും ആരാധകർ കൂടുതലുണ്ട് താനും, അതുപോലെ തന്നെ എതിരായിട്ട് ശബ്ദമുള്ള ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ കളിയെ സ്നേഹിക്കുക, നല്ല കളി കാണുക, നല്ല കളി ഇഷ്ടപ്പെടുക. ചിലപ്പോൾ റെഫറിമാർ തീരുമാനത്തിൽ ചിലപ്പോൾ തെറ്റുപറ്റിയിരിക്കാം, അല്ലെങ്കിൽ വളരെ എന്തെങ്കിലും ഇന്ന് വരെ കാണുന്ന ഫുട്ബോളിൽ ഏതെങ്കിലും റെഫറി എടുത്ത തീരുമാനം പിൻവലിച്ച് കണ്ടിട്ടുണ്ടോ? അപ്പൊ ആ കളിയിനിടയിൽ റെഫറി എടുത്ത തീരുമാനം ആ കളി അംഗീകരിച്ച് മുന്നോട്ട് പോവുക തന്നെയാണ് ടീമുകൾ ചെയ്യാറ്. അപ്പൊ അതില് മികച്ച പ്രകടനം നടത്തി 2-3 ഗോളുകൾക്കാണ് അർജന്റീന ജയിക്കുന്നത്. തീർച്ചയായും അതിനുശേഷവും ഇത് നേരായ വഴിക്കുള്ള കളിയല്ല എന്ന തരത്തിലൊക്കെയുള്ള വിമർശനങ്ങളാണ് ആരാധകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. റഫറിംഗിലും ഫിഫയുടെ നിലപാടുകളിലും അതൃപ്തി പ്രകടിപ്പിച്ച ഈജിപ്ഷ്യൻ പരിശീലകൻ ഹുസാം ഹസൻ രംഗത്ത് വരുന്നത് കൂടി നമ്മൾ കണ്ടു. ഫിഫയുടെ വംശീയ വിരുദ്ധ പ്രോട്ടോകോൾ പ്രകാരമുള്ള ചിഹ്നം കാണിച്ചുകൊണ്ടാണ് കോച്ച് പ്രതിഷേധിച്ചത്. അതിനുശേഷം അദ്ദേഹം സംസാരിക്കുന്നത് കൂടി കേൾക്കാം. ومش عايز اقول هارد لك لينا، لا احنا طلعنا بشرف من ناحيتنا، لكن النتيجه غير النتيجه المؤثره، غير بعيد عن الفير بلاي اللي بيقول عليه الاتحاد الفيفا، والريسبكت ولا فير بلاي تضايق. النهارده ما فيش ريسبكت ولا في فير بلاي. النهارده ان في بنالتي اتلغانا، الكوره الثانيه كان المفروض ان هي ضربه جزاء لينا. അപ്പോൾ ഈജിപ്ത് പരിശീലകൻ പരസ്യമായി തന്നെ ഈ അതൃപ്തിയൊക്കെ പ്രകടിപ്പിക്കുന്നത് കണ്ട് ഹുസാം ഹസൻ. ശ്രീ ബി പി ഷാജി, ഹുസാം ഹസന്റെ ഈ അഭിപ്രായ പ്രകടനങ്ങൾ, ഈ വംശീയതയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം മഞ്ഞക്കാർഡ് ലഭിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് മടങ്ങുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം റഫറിങ്ങിലുള്ള പാളിച്ചകൾ സംബന്ധിച്ച് പരസ്യമായി തന്നെ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറയുന്നത്. ഇതും ഈ എതിർവാദങ്ങൾ ഉന്നയിക്കുന്നവർക്ക് വലിയ ഒരു ആവേശം നൽകിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. രാഷ്ട്രീയവും ഫുട്ബോളുമൊക്കെ ഇഴപിഴഞ്ഞ് കിടക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത്തരം ചർച്ചകളുമൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിന് കോച്ച് കൂടി ഒരു ഊർജം പകരുന്ന തരത്തിലായിപ്പോയോ? അതെ, തീർച്ചയായിട്ടും രാഷ്ട്രീയമൊന്നും ഈ ഫുട്ബോളിൽ ഒരിക്കലും കലർത്താറില്ല. 1936 ഏകദേശം ആ സമയം തന്നെയാണ് ഒരു യുദ്ധം തന്നെ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു ഫുട്ബോൾ കളിക്ക് വേണ്ടിയിട്ട്. അപ്പം ഈ ഫുട്ബോള് ലോകത്തിന്റെ എല്ലാവരുടെയും കളിയാണ്. അപ്പം അത് നമ്മുടെ ആ ജയവും തോൽവിയും അംഗീകരിക്കുക എന്നുള്ളത് ഏതൊരു ടീമിന്റെയും എന്താണ് പറയാ, അത് ഞങ്ങളൊരു കളി കളിക്കുകയാണ്, ആ കളിയിൽ അന്നത്തെ ആ അവസാന മിനിറ്റിലുള്ള വിസിൽ കഴിയുമ്പോൾ എന്താണ് റിസൾട്ട്, അത് അംഗീകരിക്കുക എന്നുള്ളതാണ് ഫുട്ബോൾ ടീമുകളുടെ എപ്പോഴും ഉള്ള അഭിപ്രായം. അപ്പൊ അതിന് വിഭിന്നമായി നമ്മുടെ ടീം ഒന്ന് തോക്കുമ്പോഴേക്ക് രാഷ്ട്രീയമായിട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളും വിളിച്ചു പറഞ്ഞുകൊണ്ട് ഉള്ള കാര്യത്തിനോട് എനിക്ക് എന്തായാലും എതിർപ്പാണ്. നമ്മൾ മാന്യമായി കളിക്കുക. ഫുട്ബോൾ എപ്പോഴും ഒരു ഫെയർ പ്ലേ ഗെയിമാണ്. അപ്പൊ അതിനനുസരിച്ച് കളിച്ച് മുന്നേറുക, ജയവും തോൽവിയും അംഗീകരിക്കുക. തീർച്ചയായും. ശ്രീ വി പി ഷാജി, ഈ അർജന്റീന ആരാധകരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വലിയ ഹാർഡ് കോർ ആരാധകർ പോലും ഒരു ഘട്ടത്തിൽ ടീം പരാജയപ്പെടുമോ എന്ന് തോന്നിയിരുന്നു. പക്ഷേ അവർ വലിയൊരു തിരിച്ചുവരവ് നടത്തി. അത് ആശ്വാസകരമാണ്. അപ്പോൾ പോലും പ്രതിരോധ നിര പരാജയപ്പെടുന്നു എന്നതിൻ്റെ വലിയ ഒരു സാഹചര്യം അവിടെ നിൽക്കുന്നു. മറ്റൊന്ന്, മെസ്സി ഒരു ആത്മവിശ്വാസക്കുറവ് ആദ്യ ഘട്ടങ്ങളിലൊക്കെ മെസ്സിയുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായിരുന്നു എന്ന് തോന്നി. അതും ആരാധകരെ നിരാശരാക്കിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിനൊപ്പം തന്നെ ടീം ആകെ തിരിച്ചു വരുന്നതാണ് നമ്മൾ കണ്ടത്. മെസ്സി വീണ്ടും പെനാൽറ്റി പാഴാക്കുന്നത് കണ്ടു. അദ്ദേഹം അങ്ങനെ ഒരു മോശം റെക്കോർഡ് കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തേക്ക് വരുന്നത് കണ്ടു. അപ്പോൾ എങ്ങനെയാണ് മെസ്സി എന്ന വലിയ കോട്ടയും ഒപ്പം ഇടയ്ക്ക് കൈവിട്ടു പോകുന്ന ആത്മവിശ്വാസവുമൊക്കെ അർജന്റീനൻ ടീമിനെ ബാധിക്കുന്നത്? അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു താങ്കൾ? ഇല്ല, മെസ്സിയിലുള്ള വിശ്വാസം തന്നെയാണ് അർജന്റീന ടീമിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. മെസ്സിനെ പെനാൾട്ടി കളഞ്ഞാലും ചാൻസ് കളഞ്ഞാലും മെസ്സി നമ്മുടെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള ആത്മധൈര്യം ആ അർജന്റീനൻ ടീമിനുണ്ട്. അത് ആ കളിയിലുടനീളം പ്രകടമാണ്. അതുകൊണ്ടാണ് മെസ്സി എടുക്കുന്ന പെനാൾട്ടി മിസ്സായാലും അതിനനുസരിച്ച് മെസ്സിക്ക് ഒപ്പം തോളോട് തോള് ചേർന്ന് ടീമിനെ കരകയറ്റും എന്നുള്ള
ഒരു വിശ്വാസം അർജന്റീന ടീമിനും ഈ ലോകത്ത് കളി കാണുന്ന എല്ലാവർക്കും ഉണ്ട്. ആ ഒരു വിശ്വാസം തന്നെയായിരുന്നു ഇന്നലെ 2 ഗോളിന് പിന്നിൽ നിന്ന് അർജന്റീന 3 ഗോൾ അടിച്ച് ജയിക്കുമ്പോഴുള്ള ആൾക്കാരുടെ മനസ്സിലുള്ളത്. പെനാൾട്ടികളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ. അല്ല, പെനാൾട്ടിയൊക്കെ കളിയുടെ ഭാഗമാണ്. അത് ചിലപ്പോൾ മിസ്സാവാം. ആ ഒരു പ്രഷറിൽ ഇപ്പം ഈ വേൾഡ് കപ്പിൽ തന്നെ എത്രയോ പെനാൾട്ടികൾ മിസ്സായിട്ടുണ്ട്. അപ്പം അതിനൊന്നും അല്ല, മെസ്സി ടീമിനെ എന്തായാലും ടീമിന്റെ ഏറ്റവും കരുത്തും ആ ടീമിനെ തോളിലേറ്റി നടക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പം ആ ഒരു വിശ്വാസം ആ ടീംമേറ്റ്സിന് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇനി പെനാൾട്ടി കിട്ടിയാൽ, അടുത്ത കളിയിൽ പെനാൾട്ടി കിട്ടിയാലും മെസ്സിയെ കൊണ്ട് തന്നെ അവരെ എടുപ്പിക്കാൻ സാധ്യതയുള്ളൂ. ഇനി അങ്ങോട്ട് ക്വാർട്ടറിൽ സ്വിറ്റ്സർലൻഡ് ആണ്. 72 വർഷത്തിന് ശേഷമാണ് സ്വിറ്റ്സർലൻഡ് ക്വാർട്ടറിൽ എത്തുന്നത്. മെസ്സിയുടെ മാന്ത്രികതയിൽ ഊന്നി സ്വിസ് പടയെ തകർക്കാനാകും എന്നതാണോ കരുതുന്നത്? ക്വാർട്ടർ ലൈനപ്പ് ആയിരിക്കുകയാണല്ലോ. മറ്റ് ടീമുകളുടെ സാധ്യത കൂടി താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, ഞാൻ ഈ ഇതിന്റെ വേൾഡ് കപ്പിന്റെ തുടക്കം തൊട്ടേ പറയുന്ന ഏറ്റവും നല്ല ടീമുകളിലെ ഫ്രാൻസ്, ഇംഗ്ലണ്ട്, സ്പെയിൻ, മൊറോക്കോ, ഈ ടീമുകളിലെ ഇൻഡിവിജ്വലായി എടുത്തു നോക്കിയാൽ ഫ്രാൻസിനായാലും ഇംഗ്ലണ്ടിനായാലും സ്പെയിനിനായാലും അവിടെ ആ പ്രൊഫഷണൽ ലീഗ് കളിക്കുന്ന പ്ലേയേഴ്സിന്റെ വാല്യൂ എല്ലാം ഒരുപാട് മുന്നിലാണ് ബാക്കിയുള്ള ടീമിനെക്കാളും. അതുപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോ ഒരുപാട് പിന്നെ. അതിനുശേഷം തന്നെയാണ് ഇപ്രാവശ്യം അർജന്റീന ആയാലും ബാക്കിയുള്ള ടീമുകളൊക്കെ വന്നത്. അപ്പം ഇതെല്ലാം ഈ എല്ലാ ടീമുകളും ഇപ്പം ക്വാളിഫൈ ചെയ്ത് ക്വാർട്ടറിൽ എത്തിയിട്ടുണ്ട്. അപ്പം നല്ലൊരു മികച്ച മത്സരം കണ്ടുകൊണ്ട് എനിക്ക് തോന്നുന്ന ആ സൈഡിൽ ഫ്രാൻസും സ്പെയിനും തമ്മിൽ സെമി ഫൈനൽ വരാനും, ഇവിടെ ഇംഗ്ലണ്ട് നോർവേ മാച്ച് തന്നെ ഒരു നല്ല മാച്ചായിരിക്കും. അതുപോലെ അർജന്റീന, ഇംഗ്ലണ്ട് വേഴ്സസ് അർജന്റീന അല്ലെങ്കിൽ നോർവേ എന്നുള്ള ഒരു രീതിയിലായിരിക്കാം സെമി ഫൈനൽ വരാൻ സാധ്യത എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഇതിൽ ഇപ്പോൾ നമ്മൾ കബോ വെർദെയുമായുള്ള മത്സരം കണ്ടു. അതിൽ ആദ്യം ലോകകപ്പിനെത്തുന്നവരോട് നിലവിലെ ചാമ്പ്യന്മാർ പതറിപ്പോയോ എന്ന് തോന്നിയ ഘട്ടങ്ങളുണ്ടായിരുന്നു. അതിന് ശേഷം ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണോ ഈജിപ്തുമായിട്ടുള്ള മത്സരത്തിൽ അർജന്റീനൻ ടീം എത്തിയിരിക്കുന്നത്? ഈ ഏതാണ്ട് ആദ്യ പകുതി കഴിഞ്ഞ് പിന്നെയും പുറകിൽ നിന്നതിന് ശേഷം 3 ഗോൾ അടിച്ച് എക്സ്ട്രാ ടൈമിലേക്ക് പോലും പോകാതെ മത്സരം വീണ്ടെടുക്കാൻ കഴിയുന്നു, ജയിക്കാൻ കഴിയുന്നു എന്നത് ഒരു വലിയ ആത്മവിശ്വാസം നൽകുന്ന ഘടകമാണോ ഇനിയുള്ള ഘട്ടങ്ങളിൽ? അല്ല, വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ അതിലുള്ള 48 ടീം ഒന്നിനൊന്ന് മികച്ച രീതിയിലാണ് അവർ പ്രിപ്പറേഷൻ ആയാലും കളിയിലും ക്വാളിഫൈ ചെയ്ത് വരുന്നത്. അപ്പം അതിൽ ചെറിയ ടീം വലിയ ടീമൊന്നുമില്ല, പല ടീമുകളും അട്ടിമറി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കേപ്പ് വെർദെ എന്ന് പറഞ്ഞ രാജ്യം ഇത് ക്വാളിഫൈ ചെയ്ത് വരണമെങ്കിൽ ഏറ്റവും മികച്ച ഒരു ടീമായിട്ട് തന്നെയായിരിക്കും ഈ വേൾഡ് കപ്പിൽ എത്തിയത്. അപ്പോൾ അന്നുണ്ടാവുന്ന ആ ദിവസത്തെ ചാൻസ് മിസ്സാകുന്നതും ചില ലക്കില്ലായ്മയും എല്ലാം കൂടിയുള്ള ഒരു കളിയാണ് ഫുട്ബോൾ. എപ്പോഴും ഞങ്ങൾ ഇനി എന്ത് വിചാരിച്ച് ഇറങ്ങിയാലും ഗ്രൗണ്ടിനകത്ത് ആ ബോളിന്റെ പൊസിഷനും ബാക്കിയുള്ള നമ്മളെ എതിർ ടീം കളിക്കുവാണെങ്കിലും ആ ഗോൾ കീപ്പർ മികച്ച ഫോമിലായിരുന്നു കേപ്പ് വെർദെയുടെ. അതുപോലെ ഇന്നലത്തെ ഈജിപ്തിന്റെ മത്സരത്തിലും ഈജിപ്തിന്റെ ഗോൾ കീപ്പർ നല്ല സേവുകൾ, 3-4 നല്ല സേവുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ കളിയുടെ ഒരു ഭാഗമാണ്. അപ്പം ഏത് ടീമിനായാലും ഒന്നും നിസ്സാരമായി കരുതരുത്. ഒരു ഈസി മാച്ചും ഇല്ല. ഇപ്പം ഏത് ടീം കളിക്കുന്നുണ്ടെങ്കിലും നമുക്കറിയാം, ഫേവറേറ്റുകളാണെങ്കിലും ഇപ്പം ഫ്രാൻസ് എല്ലാ കളിയിലും 3-4 ഗോൾ അടിച്ചു വന്ന ഫ്രാൻസ് അവസാന പരാജയമായിട്ട് 1 ഗോളിനാണ് ജയിച്ചത്. അപ്പം ഒരു ദിവസത്തെ കളിയിൽ ആ കളിയിലുണ്ടാകുന്ന ഭാഗ്യ നിർഭാഗ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സ്ട്രൈക്കർമാർ ഫോമിലേക്ക് ഉയരുമ്പോൾ അപ്പുറത്തെ ഗോൾ കീപ്പറും ഡിഫൻസും ഫോമിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ ഗോൾ സ്കോറിംഗ് ഒക്കെ ഒന്ന് മെല്ലെയാവും. അപ്പൊ ആ ഒരു വ്യത്യാസം തന്നെയാണ് ഇതിനകത്തുള്ളത്. തീർച്ചയായിട്ടും ഈ വരുന്ന എല്ലാ മാച്ചുകളും നമുക്ക് നല്ല ഒരു സുന്ദരമായ ഒരു ഫുട്ബോൾ കാണാനുള്ള ഒരു അവസരമാണ്. അപ്പം തീർച്ചയായിട്ടും നല്ല കളി വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാണുക, ആസ്വദിക്കുക. അല്ലാതെ വേറൊരു കാര്യത്തിന്റെ പുറകിലേക്ക് പോകാതെ ഫുട്ബോൾ പ്രേമികൾ നല്ല കളി കാണുക, കാത്തിരിക്കുക. ശ്രീ വി പി ഷാജി, എന്തായാലും അവസാനമായി നോക്കൂ, ഇനി കപ്പെടുക്കുന്ന ടീമിന് മുന്നിൽ 3 കളികൾ മാത്രമാണ് അവശേഷിക്കുന്നത്. താങ്കളുടെ പ്രതീക്ഷ എന്താണ്? പ്രഡിക്ഷൻ എന്താണ്? അല്ല, തീർച്ചയായിട്ടും ഇപ്പം ആ സൈഡിൽ വരാൻ സാധ്യതയുള്ള ഫ്രാൻസും സ്പെയിനും ഒക്കെയാണ്. മൊറോക്കോ ഏത് സമയം അട്ടിമറി നടത്താം. അപ്പൊ ആ സൈഡിലും നല്ല ഞാൻ അതാ പറഞ്ഞ പ്രവചനാതീതമാണ് ഈ വേൾഡ് കപ്പ്. അതുകൊണ്ട് നമുക്ക് കളി കാണുക. ഇപ്പോഴേ 2 ഗോൾ ഡൗൺ ആയി നിന്നാൽ അവസാനത്തെ 10 മിനിറ്റിൽ 3 ഗോൾ അടിച്ച് തിരിച്ചു വരുന്ന ടീമുകൾ ഉണ്ടാകുമ്പോൾ കളി ഒരിക്കലും മോശമാവില്ല. പ്രവചിക്കാൻ ആർക്കും ഇപ്പം
പെട്ടെന്ന് തയ്യാറാവുകയില്ല. ശരി, എന്തായാലും നല്ല ഫുട്ബോൾ അത് ആസ്വദിക്കൂ എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ശ്രീ വി പി ഷാജി, പ്രവചനങ്ങൾക്ക് അതീതമാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ. അങ്ങനെ മികച്ച പെർഫോമൻസ് പുറത്തെടുക്കുന്ന ടീമുകളാണ് ഈ വേൾഡ് കപ്പിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി 3 മത്സരങ്ങളായിരിക്കും കപ്പെടുക്കുന്ന ടീമിന് മുന്നിൽ ഉണ്ടാവുക. അപ്പോൾ ആര് കപ്പെടുക്കുന്നു എന്നത് ഫുട്ബോളിനെ സ്നേഹിച്ചുകൊണ്ട് അത് ആസ്വദിക്കൂ എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. മറ്റ് വിവാദങ്ങൾക്ക് അവിടെ അടിസ്ഥാനമില്ല എന്നതും പറയുന്നു. എന്തായാലും ഇനിയുള്ള സമയത്ത് അങ്ങനെ നമുക്ക് ഈ വാഗ്വാദങ്ങൾ മാറ്റിവെച്ച് കളിയെ സ്നേഹിച്ചുകൊണ്ട് അത് ആസ്വദിക്കാം. വളരെ നന്ദി ശ്രീ വി പി ഷാജി ഞങ്ങളോട് സഹകരിച്ചതിന്. നമ്മുടെ നേരം വൈകുന്നേരത്തിന്റെ സമയം പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം.